കഴിഞ്ഞ ദിവസം പറഞ്ഞാലേ മാർക്കറ്റിൽ 10 കൽപ്പനകൾ അല്ലേ, ഈ ബിബിളിക്കലി പറയുന്നത് 10 കമാൻഡ്മെൻറ്റ്സ് പറയും. അതുപോലെ മറ്റൊരാളുടെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കും. അന്യൻ്റെ പോർട്ട്ഫോളിയോ മോഹിക്കരുത്. അന്യൻ്റെ പോർട്ട്ഫോളിയോ മോഹിക്കരുത്. മൂന്നാമത്തെ കമാൻഡ്മെൻറ്റാണ്. അതായത് മാർക്കറ്റിൻ്റെ ക്രാഷ്, അന്നുണ്ടായ ക്രാഷ് ഇന്നില്ല. രാവിലെ 220 രൂപയിൽ കിടന്ന ഒരു ബ്ലൂ ചിപ്പ് കമ്പനി സത്യം കമ്പ്യൂട്ടർ വൈകുന്നേരം 6 രൂപയാണ്. ഓപ്ഷൻ ബൈങ്ങിൽ പ്രോഫിറ്റ് കിട്ടാറില്ല. ഓപ്ഷൻ ബൈ ചെയ്താൽ 90% നഷ്ടമാണ്. സെബിയുടെ ഒരു കണക്കനുസരിച്ചിട്ട് ഓപ്ഷൻ ട്രേഡേഴ്സിൽ 90% ആൾക്കാരും നഷ്ടം ഉണ്ടാക്കുന്നതാണ്. പെർ ലോസ് 50,000 റുപ്പീസ് അപ്രോക്സ്. ബഹുമാനപ്പെട്ട രാജേഷ് ജുഞ്ചുംബാല അദ്ദേഹം ഒന്നുമില്ല. അപ്പോൾ പുള്ളിയാണ് ഒരു സ്റ്റോക്കിൽ ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയ ഒരാൾ അല്ലേ എന്ന് വെച്ച് പുള്ളി ഒരു മോശം ഇൻവെസ്റ്ററാണെന്ന് പറയാൻ പറ്റുമോ? ഒരു ഹോട്ടൽ നമ്മൾ പണി അറിയാതെ നമ്മളൊരു ഹോട്ടൽ നടത്താൻ പോകുന്നതിനേക്കാൾ നല്ലതാണ് ടാറ്റ മാനേജ് ചെയ്യുന്ന ഒരു ഹോട്ടലിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ഹോട്ടൽസിന്റെ ഷെയർ മേടിച്ച് വെച്ചാൽ മതി. എല്ലാ മേഖലയിലും കൈവച്ചവരാണ് അദാനി, അംബാനി. നല്ല കമ്പനി അദാനിയുടെ അംബാനിയുടെയും കയ്യിലുള്ള നല്ല കമ്പനികൾ മേടിച്ച് വെച്ചാൽ നമുക്ക് നമ്മളെ തൊഴിലാളികളായിട്ട് നമുക്ക് കിട്ടുന്ന ഗൗതം അദാനിയും മുകേഷ് അംബാനിനെയാണ്. പിന്നെ നമ്മളെന്തിനു പോയിട്ട് വേറെ ഇവിടുത്തെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ബംഗാളിനെ പണിക്ക് വെച്ചിട്ട് നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അത് കറക്റ്റ്. അതുകൊണ്ട് നമ്മുടെ അക്യുമെൻ്റ് പോഡ്കാസ്റ്റ് ഇത് 8ാമത്തെ സെഷനാണ്. അപ്പോൾ ഇതിനു മുമ്പ് അരുൺ നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ടും കുറച്ചുകൂടെയൊക്കെ ഒരു എന്താ പറയുന്നത്, ആ മാർക്കറ്റല്ലേ ഇപ്പോഴത്തെ മാർക്കറ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാം. അപ്പോൾ അരുണ് കഴിഞ്ഞ ദിവസം പറഞ്ഞാലേ മാർക്കറ്റിൽ 10 കൽപ്പനകൾ അല്ലേ, ഈ ബിബിളിക്കലി പറയുന്നത് 10 കമാൻഡ്മെൻറ്റ്സ് പറയും. അപ്പോൾ 10 കമാൻഡ്മെൻറ്റ്സിൽ അരുൺ എന്നോട് പറഞ്ഞ കുറച്ച് കൽപ്പനകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് ഞാൻ പറയുന്നതിൽ നല്ല അരുൺ പറയുന്നത് തന്നെ ആയിരിക്കും ഒന്ന്. പിന്നെ അരുൺ പറഞ്ഞ ഒരു കാര്യം, ബഹുമാനപ്പെട്ട രാജേഷ് ജുഞ്ചുംബാല അദ്ദേഹം ഒന്നുമില്ല. അപ്പോൾ പുള്ളിയാണ് ഒരു സ്റ്റോക്കിൽ ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയ ഒരാൾ അല്ലേ എന്ന് വെച്ച് പുള്ളി ഒരു മോശം ഇൻവെസ്റ്ററാണെന്ന് പറയാൻ പറ്റുമോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നത്. അപ്പം ഇങ്ങനെ നല്ല കുറച്ച് കാര്യങ്ങൾ നല്ല രസകരമായിട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യണം. വെൽക്കം ടു അക്യുമെൻ പോഡ്കാസ്റ്റ്. നമസ്കാരം. നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ യൂട്യൂബേഴ്സ് ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ട്രേഡിങ്ങിനേക്കാൾ ബെറ്ററാണ് ട്രെയിനിങ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചാണ്. സൈക്കോളജിക്കൽ ഗെയിമാണ്. മാർക്കറ്റ്, ട്രേഡിംഗ് മെക്കാനിസം, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ്. ഇത് മാർക്കറ്റിന് യാതൊരു കുഴപ്പമില്ല. ഇതിൻ്റെ മെക്കാനിസവും പെർഫെക്റ്റാണ്. പിന്നെ ആർക്കാണ് കുഴപ്പം? നഷ്ടം ഉണ്ടാക്കുന്നത് നമ്മുടെ അപ്രോച്ചാണ്. സത്യത്തിൽ എല്ലാവരും നമ്മൾ സാധാരണ രീതിയിൽ ചോദിക്കും, മാർക്കറ്റ് എനിക്ക് കയറുമോ? എല്ലാവരുടെയും ഡൗട്ട് അതാണ്. മാർക്കറ്റ് എനിക്ക് കയറുമോ? മാർക്കറ്റ് ഇനി താഴോട്ട് പോകുമോ? മാർക്കറ്റ് കയറിക്കോട്ടെ. ഇപ്പോൾ ഒരു കോൾ ബയർ 25,000 നിഫ്റ്റിയിൽ ഒരു കോൾ ബൈ ചെയ്തു. 1000 പോയിൻ്റ് നാളെ മാർക്കറ്റ് കയറാണ്. ഇവർക്ക് 1000 പോയിൻ്റ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. പ്രോഫിറ്റ് 1000 പോയിൻ്റ് എടുക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ MRF, ഞാൻ പണ്ട് പറഞ്ഞ പോലെ മാർക്കറ്റിൽ വരുന്ന സമയത്ത് MRF 1500 രൂപയാണ്. 2008 ലേമാൻ ബ്രദേഴ്സിൻ്റെ ആ ക്രൈസിസ് വന്ന് മാർക്കറ്റ് ക്രാഷായ സമയത്ത് 1700 രൂപ വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. MRFൻ്റെ ഷെയർ കേരള കമ്പനിയാണ്. നമ്മളൊക്കെ കേരളക്കാരാണ്. നമ്മൾ അന്നും ട്രേഡ് ചെയ്യുന്നുണ്ട്, ഇന്നും ട്രേഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ വന്ന് MRFൻ്റെ ഷെയർ വാങ്ങുന്നു, വൈകിട്ട് വിൽക്കുന്നു. എന്തായിരിക്കും അവസ്ഥ? പ്രോഫിറ്റ് കിട്ടുമോ? കിട്ടില്ല. അതിലെടുക്ക് നമ്മൾ കുറേ ലോസും ഉണ്ടാവും. പക്ഷേ MRF കയറിയിട്ടില്ലേ? അതുപോലെയാണ് മാർക്കറ്റിനെ അനാലിസിസ് നടത്തുന്നത്. മാർക്കറ്റിൽ ഒരിക്കലും അനാലിസിസ് നടത്തിയിട്ട് ഒരു സ്റ്റോക്ക് മേടിച്ച് കയറും. ആ സ്റ്റോക്ക് 10 ഇരട്ടിയായാലും ആ 10 ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ ആർക്കും പറ്റില്ല. ഒന്ന് അദാനി പവറിൻ്റെ ഷെയർ. അദാനി 4% സ്റ്റേക്ക് 2022 എൻ്റെ ഓർമ്മ സെല്ല് ചെയ്യുമ്പോൾ അതിന് 32 രൂപയായിരുന്നു പ്രൈസ്. ഇന്നതൊന്ന് 20 ഇരട്ടി കയറി. അദാനിയേക്കാൾ നന്നായിട്ട് അദാനി പവറിൻ്റെ പൊട്ടൻഷ്യൽ, ലോങ് ടേം പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ ആരെ കൊണ്ട് പറ്റും? ഇതാണ് നമ്മളൊരു ആളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ രാകേഷ് ജുഞ്ചുംബാല, ഇന്ത്യയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് നോക്കിയാൽ ഒരു സ്റ്റോക്കിൽ ഒറ്റൊരു സ്റ്റോക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയ വ്യക്തി ജുഞ്ചുംബാലയാണ്. പുള്ളിക്ക് എനിക്ക് എൻ്റെ ഓർമ്മ അനുസരിച്ച് 250 കോടി രൂപയാണ് പുള്ളിക്ക് ആ സ്റ്റോക്ക് ലോസാണ്. അതുകൊണ്ട് DLF അല്ലേ
അല്ല DHFL DHFL സോറി. DHFL. അപ്പോൾ അതിൽ ഒത്തിരി പേർക്ക് കാശ് പോയി, വലിയൊരു സ്കാമായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കാൻ വീണ്ടും പുള്ളി ആ ഒരു ക്രാഷ് വന്ന സമയത്ത് പുള്ളി വീണ്ടും ആവറേജ് ചെയ്തു. ഇതാണ് നമ്മുടെ സൈക്കോളജി. നമുക്കെല്ലാം ഒരു മാർക്കറ്റിന് നമ്മൾ ആകർഷിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. വാല്യുവേഷൻ, അതുപോലെ തന്നെ തിരിച്ച് കയറിയേക്കുന്നുള്ളൊരു ഒരു ശുഭപ്രതീക്ഷ, ഇതൊക്കെ നമ്മൾ അഡിക്റ്റഡ് ആണ് എല്ലാവരും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും തെറ്റിപ്പോകുന്നത്. നേരെ വെച്ച് ടെക്നിക്കലി നമ്മൾ സത്യത്തിൽ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിനെ സമീപിക്കാതെ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. നമ്മളത്തെ 10 കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ 5 കമാൻഡ്സ് നമുക്കിവിടെ പറയാം. അതിൻ്റെ അടിസ്ഥാനം നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. ഈ സിസ്റ്റത്തിൽ കൂടെ നമ്മൾ മാർക്കറ്റിനെ സമീപിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പലരും സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക, നിൻ്റെ സുരക്ഷ സ്റ്റോപ്പ് ലോസ് ആവുന്നു. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നീ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. ആ കമാൻഡ്സ് നമ്മൾ അങ്ങോട്ട് ശിരസ വയ്ക്കും. ഒരിക്കലും ഒരു ട്രേഡർ ആണെങ്കിൽ, ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല പറഞ്ഞത്, ട്രേഡർ ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഞാൻ ട്രേഡ് എടുക്കില്ല, എനിക്ക് ആ ലാഭം എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുക. അതുപോലെ ലിവറേജ് പൊസിഷൻസ് എടുക്കാതിരിക്കുക. അതുപോലെ മറ്റൊരാളുടെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുക. അന്യൻ്റെ പോർട്ട്ഫോളിയോ മോഹിക്കരുത്. അന്യൻ്റെ പോർട്ട്ഫോളിയോ മോഹിക്കരുത്. മൂന്നാമത്തെ മൂന്നാമത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്, ട്രേഡിംഗ് മെക്കാനിസം. അപ്പോൾ ഓരോരാൾക്കും അനുയോജ്യമായിട്ടുള്ള അവരുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, അവരുടെ നോളജ്, ഫിനാൻഷ്യൽ ഫ്രീഡം, പേഷ്യൻസ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരാൾക്കും ഓരോ മെക്കാനിസം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ട്രേഡിങ് എനിക്ക് എൻ്റെതായ ചില റൂൾസ് ഉണ്ട്. അത് മാത്രമേ ഞാൻ ഫോളോ ചെയ്യൂ. മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പേഴ്സണലി കളിക്കുക. എന്നുകൊണ്ട് എന്നെക്കാൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരുണ്ട്, എന്നെക്കാൾ അറിവുള്ളവരുണ്ടൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന ആളല്ല. നമുക്ക് വേണ്ട വിഭവങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അത് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വൈകാരികത അങ്ങോട്ട് മാറ്റി വെച്ച് നമ്മൾ ആ ഒരു റൂട്ടിലേക്കൂടെ, ഇത് നമ്മുടെ ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചൊരു സിസ്റ്റം ഉണ്ടല്ലോ, ഇന്ന കാര്യങ്ങൾ ഞാൻ മാർക്കറ്റിൽ ചെയ്യില്ല എന്ന് തീരുമാനമെടുത്ത് അതിലേക്കൂടെ നമ്മൾ മാർക്കറ്റിനെ നോക്കി കാണുകയാണെങ്കിൽ 100% ഇതിൽ സക്സസ് ആവാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ പോകുക, നമ്മൾ വേറൊരാളെ നമ്മൾ ഇത് പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ, ജുൻജുൻവാല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പാചകം. നമുക്കൊരു നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ചായ ഉണ്ടാക്കാൻ എനിക്ക് സാറിന് പഠിപ്പിക്കാൻ പറ്റുമോ? എങ്ങനെ നല്ല ചായ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ചായ ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പറ്റും, പക്ഷെ നല്ല ചായ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റിലൊരു ചായ അത് കൈപ്പുണ്യമാണ്. അതെ, നമ്മുടെ കൈപ്പുണ്യമാണത്. അതുപോലെ എനിക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് സാറിന്, എനിക്ക് ഇതിനെക്കുറിച്ച് എക്സ്പേർട്ട് ആണെങ്കിൽ നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ട് സാറിന് തരാം. എങ്ങനെ ചായ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കത് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അതുപോലെ പാചകമായാലും ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ഒരു കലയാണ്, ഒരു കൈപ്പുണ്യം. കറക്റ്റ്. നമുക്കത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. പക്ഷേ ട്രേഡിങ് ഒരാളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്ന കാര്യമാണ്. പിന്നെ ആ കമാൻഡ്മെൻറ്റ്സിൽ ഒരു മാർക്കറ്റിനോട് വാശി കാണിക്കരുത്. ഒരിക്കലും പാടില്ല. കാരണം മാർക്കറ്റ് ഇപ്പം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 1% സ്റ്റേക്ക് എന്ന് പറയുന്നത് 20,000 കോടി രൂപയാണ്. 1% സ്റ്റേക്ക് 20 ലക്ഷം കോടി രൂപ വാല്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു റിലയൻസിൻ്റെ പ്രൈസ് കുറയുമ്പോൾ നമ്മളതിൽ വാശി കാണിച്ചുകൊണ്ട് ഒരു കടലിലേക്ക് ഒരു ബക്കറ്റ് വെള്ളമൊഴിച്ചാൽ അത്ര പോലും നമ്മുടെ ഫണ്ട് അതിൽ കറക്റ്റ് വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തിനോടാണ്, ചില ആൾക്കാർക്കുണ്ട്, എൻ്റെ ഒരു കാശുണ്ട്, എനിക്ക് ആരും പ്രശ്നമല്ല, അല്ലെങ്കിൽ എന്തും പ്രശ്നമല്ല, ഞാൻ മേടിച്ചാൽ അല്ലെങ്കിൽ ഞാൻ മേടിക്കുമ്പോൾ കയറുന്നൊക്കെ തോന്നുന്നൊരു സമയം നമുക്കും ഉണ്ടായിട്ടുണ്ട്. കുറയുമ്പോൾ വീണ്ടും ആവറേജ് ചെയ്യും, ഇല്ല കാശൊക്കെ എടുത്ത് ലോൺ എടുത്തിട്ടും ഒക്കെ ആവറേജ് ചെയ്യും. പക്ഷേ എന്താ സമയം നമ്മളെ കാശൊക്കെ അങ്ങോട്ട് പോകും. മാർക്കറ്റിൽ എപ്പോഴും പ്രൈസിനെ, ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ട പ്രൈസ് അല്ല, ട്രെൻഡാണ്. ട്രെൻഡിനനുസരിച്ച് നീങ്ങുക എന്നുള്ളതാണ്. ഒരിക്കലും ഞാനത് അരുൺ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ, എനിക്കത് അപ്രോക്സിമേറ്റ്ലി ഇയർ എനിക്ക് ഓർമ്മയില്ല, 2000 സംതിങ് ആണ്. ഇൻ ബിറ്റ്വീൻ 98 ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് വന്നത് 98 ആണ്. 98 ടു പെൻഡാഫോർ സ്ക്വയഡി ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആ സമയത്ത് പെൻഡാഫോറിൽ എൻ്റെ ഒരു ക്ലയൻറ്റ്, പുള്ളി ഒരു റിട്ടയർ അധ്യാപകനായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു. അന്ന് പുള്ളിക്ക് പെൻഷൻ കിട്ടിയ പൈസയും കുറേ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്ത ക്യാഷ്, കുറേ ക്യാഷ് ഉണ്ട്. ഹീസ് ഫിൽത്തി റിച്ച്. അപ്പോൾ പുള്ളി പെൻഡാഫോർ ഷോർട്ട് ചെയ്ത് പഴയ സിസ്റ്റം അറിയാമല്ലോ, ക്യാരി ഓവർ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ആ സമയത്ത് ഞാൻ മാർക്കറ്റിലില്ല. അപ്പോൾ ഒരാഴ്ചയെ നമുക്ക് ക്യാരി ഓവർ ചെയ്ത് പൊസിഷൻ കൊണ്ടുപോകാൻ പറ്റും. ഷോർട്ട് പുള്ളി വാശി, പുള്ളി അടിച്ച് ഈ സാധനം താത്തേ പറ്റൂ. ആ സമയത്ത് എന്ന് ഷോർട്ട് അടിക്കും, നാളെ ഷോർട്ട്, എവറി ഡേ പുള്ളി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹ്യൂജ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്തു ഷോർട്ട്. പുള്ളിക്ക് ഫൈനലി ആ സമയത്ത് എനിക്ക് നിയർ ബൈ ഒരു 15 lakhs അന്നത്തെ കാലത്ത് കാരണം ഞാൻ ആ സമയത്ത് ടെർമിനലുണ്ട്, ഞാൻ ഓഫീസിലുണ്ട്, എനിക്കറിയാം. അപ്പോൾ അന്നത്തെ കാലത്ത് ആ സാറിന് അത്രയും പൈസ
ലോസായിപ്പോയി. നഷ്ടമാണ്. ഒരു സ്കൂൾ അധ്യാപകൻ പെൻഷനാകുമ്പോൾ അന്നത്തെ കാലത്ത് ചിലപ്പോൾ 2, 3, 4 ലക്ഷം കിട്ടും. ബാക്കി പുള്ളിയുടെ സേവിങ്സും ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഡിസ്പോസൽ എല്ലാം കൂടെയാണ്. പക്ഷേ പിന്നെ ഫിനാൻഷ്യലി ഫിൽത്തി റിച്ച് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ എന്നാൽ ഒരു സാധാരണക്കാരാണെങ്കിൽ മാർക്കറ്റിനോട് വാശി കാണിക്കരുത് പറഞ്ഞോണ്ട് ഒരു ഉദാഹരണം പറയാം. പുള്ളിക്ക് വാശിയായിരുന്നു. പെൻഡഫോർ താത്തിയേ പറ്റൂ, മനസ്സിലായോ? പെൻഡഫോർ ഇപ്പം അരുൺ പറഞ്ഞ പോലെ കടലിൽ കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ വഴിക്കൂടെ ഒഴുകണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കത്തില്ല, അത് ഒക്കത്തില്ല, അത് ഇല്ല. അതെ അതെ അതെ. അപ്പോൾ അതുപോലെ നമ്മൾ പോർട്ട്ഫോളിയോ, ഡെയിലി പോർട്ട്ഫോളിയോ വാച്ച് ചെയ്യുമ്പോൾ അതുപോലെ സൈക്കോളജിക്കൽ ചെറിയൊരു കാര്യം കൂടെ ഞാൻ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊരു സ്റ്റോക്ക് എടുത്തു, എല്ലാവരും ചോദിക്കുന്ന കാര്യമുണ്ട്, നഷ്ടം നമ്മൾ നോക്കിയിരിക്കും, പക്ഷേ ലാഭം നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്യും. ഇതും സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. നമ്മൾ ഇന്നൊരു സ്റ്റോക്ക് എടുത്താൽ, എൻ്റെ ഒരു കസ്റ്റമർ എന്നോട് വന്നിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്റ്റോക്ക് നിങ്ങൾ മേടിച്ചിട്ട് എനിക്ക് ട്രേഡ് ചെയ്ത് എപ്പോഴും ലോസാണ്, ചെറിയ പൈസ എടുക്കും, കൂടുതൽ പൈസ ലോസ് വരും. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു സ്റ്റോക്ക് മേടിച്ചിട്ട് ആ സ്റ്റോക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ആ പൊസിഷൻ കട്ട് ചെയ്യാതെ അല്ലെ ഫോണിൽ ആ പൊസിഷൻ നോക്കിക്കൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? അതിന് ശേഷം ഒരു 5000 രൂപ പ്രോഫിറ്റ് ഉണ്ട്, അവിടെ കിടക്കട്ടെ, സമാധാനമായിട്ട് നിങ്ങൾക്ക് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും എടുത്ത് നോക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഫോൺ നോക്കിക്കൊണ്ടേ പുള്ളിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. കറക്റ്റ്. ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ടെൻഷനാണ്. എന്താ ടെൻഷൻ? ലോസ് ആണെങ്കിൽ നോക്കിയിരിക്കും. അപ്പോൾ നമ്മളെ ആ നയിക്കുന്ന ചേതോവികാരം എന്താ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ, പ്രോഫിറ്റ് ആണെങ്കിൽ ഈ പ്രോഫിറ്റ് നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ളൊരു ഭയം, ലോസ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും എൻ്റെ കാശൊന്ന് തിരിച്ച് കിട്ടിയാൽ മതി എന്നുള്ളൊരു വികാരം. ഇത് രണ്ടും സൈക്കോളജിക്കലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലാഭം വേണ്ട, എൻ്റെ മുതൽ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തിരിച്ച് കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് നമ്മളത് 0 ആയാലും, റിലയൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ 700 രൂപയ്ക്ക് മേടിച്ചിട്ട് 1 രൂപക്കൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുണ്ട്. പക്ഷേ 1 രൂപയ്ക്ക് മേടിച്ച ഒരു സ്റ്റോക്ക് 7 രൂപയ്ക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ അയാളൊരു വളരെ മികച്ച ഇൻവെസ്റ്റർ ആയിരിക്കും. അപ്പോൾ 99% ഇൻവെസ്റ്റ്മെൻറ്റ് ആണെല്ലാം നമ്മുടെ ക്യാപിറ്റലും വൈപ്പ് ഔട്ടായി പോകുന്നതിൻ്റെ കാരണം, നമുക്ക് കിട്ടാത്തതിൻ്റെ കാരണം, ഞാൻ ഈ പറഞ്ഞ പോലെ 10:1 റിവാർഡ് റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് പലരും പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്. നേരെ തിരിയാണ് നമ്മൾ 1:10 റിസ്ക് റിവാർഡിലേക്ക് നമ്മുടെ പൊസിഷൻ മാറ്റാൻ പറ്റുവാണെങ്കിൽ, അത് നമ്മൾ പരിശീലിച്ചെടുക്കുകയാണെങ്കിൽ യു ആർ എ ഗ്രേറ്റ് ട്രേഡർ ഓർ ഇൻവെസ്റ്റർ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ റിവാർഡ് കൂട്ടി കൊടുക്കുക, റിസ്ക് കുറച്ച് കൊണ്ടുവരും. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ട്രെൻഡിനെ ഫോളോ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും പറഞ്ഞ പ്രൈസിനെ ഫോളോ ചെയ്യരുത്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 2020 കോവിഡിൻ്റെ സമയത്ത് 54 രൂപ വന്നു. 100 രൂപയ്ക്ക് സാറ് പറയൂ, ടാറ്റ മോട്ടോഴ്സ് ഫണ്ടമെൻ്റലി ഒരു ബെസ്റ്റ് ബൈ അല്ലേ? 100 രൂപയ്ക്ക്. ഓഫ് കോഴ്സ് 100 രൂപയ്ക്ക് മേടിച്ച ഒരാൾക്ക് 50% ലോസ് കാണേണ്ടി വന്നു പോർട്ട്ഫോളിയോയിൽ. സാർ 100 രൂപയ്ക്ക് 10 ലക്ഷം രൂപയ്ക്ക് ടാറ്റ മോട്ടോഴ്സ് മേടിക്കുകയാണെങ്കിൽ ഒരു 3 മന്ത് കഴിയുമ്പോൾ അത് 5 ലക്ഷം രൂപയേ ഉള്ളൂ വാല്യൂഷൻ. അപ്പോൾ നമ്മൾ ആ ഫണ്ടമെൻ്റലി എത്ര താഴ്ന്ന എമൗണ്ട് നമ്മൾ മേടിച്ചാലും നമുക്കത് ലോസിലൊക്കെ ചിലപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ ലോസ് ആയിരിക്കും. ഡെയിലി നമ്മുടെ പോർട്ട്ഫോളിയോ മോണിറ്റർ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അത് ഇന്ന് 800 രൂപ 900 രൂപയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ആ സ്റ്റോക്ക് 8 ഇരട്ടിയായി 5 വർഷം കൊണ്ട്. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല ഒരാൾക്കും പേഷ്യൻസ് ഇല്ല ഒരാൾക്കും മാത്രമേ അത് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇൻവെസ്റ്റർ ആണെങ്കിൽ. നേരെ മറിച്ച് ട്രേഡർ ആണെങ്കിൽ എന്ത് വേണം? 100 രൂപയ്ക്ക് മേടിച്ചിട്ട് ലിവറേജ് പൊസിഷൻ എടുത്തിട്ട് 90 രൂപയ്ക്ക് സ്റ്റോപ്പ് ഇട്ടാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്തില്ലേ? എന്നാൽ 700 രൂപയ്ക്ക് ഷോർട്ട് ചെയ്തിട്ട് 800 രൂപയ്ക്ക് സ്റ്റോപ്പ് ഇട്ടാലും സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്തില്ലേ? പിന്നെ എങ്ങനെ നമ്മൾ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മൾ ട്രെൻഡിനെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇവിടെയാണ് നമുക്ക് പറയുന്നത്, എല്ലാ ട്രേഡറും ട്രെൻഡിനെ ഫോളോ ചെയ്യണമെന്ന് പറയും, പക്ഷേ പ്രൈസിനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രേഡർ ട്രെൻഡിനെ ഫോളോ ചെയ്യുക, ഒരു ഇൻവെസ്റ്റർ പ്രൈസിനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ വാല്യൂഷനെ ഫോളോ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ, ഇതൊന്നും പലരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ആരും ചിന്തിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ നമ്മൾ അനുഭവത്തിൽ നമ്മൾ പഠിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കൊരു നമ്മൾ ഇൻവെസ്റ്ററാണോ ട്രേഡറാണോ നമുക്കറിയില്ല. അതായത് ഡേ ട്രേഡിൽ വരുന്ന അബദ്ധങ്ങളാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റായി മാറുന്നത്. ഇന്ന് മേടിച്ചു, ഇന്ന് സെല് ചെയ്യാൻ പറ്റിയില്ല, പൊസിഷൻ ഡെലിവറി എടുത്തു, നാളെ അത് ഹോൾഡ് ചെയ്തു, നാളെയും താഴോട്ട് പോയി, പിന്നെ അത് അവിടെ ഹോൾഡ് ചെയ്തു, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റായി. അങ്ങനെ റിലയൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ കുറേ അനിൽ അംബാനി സ്റ്റോക്കൊക്കെ 10 വർഷമൊക്കെ ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വളരെ പേഷ്യൻസ് ആണ് അവർക്ക്. അവർ ഇനിയും ഹോൾഡ് ചെയ്യും. ചിലപ്പോൾ മരിക്കുമ്പോഴും ആ പോർട്ട്ഫോളിയോയിലെ ഷെയർസൊക്കെ അവിടെ കിടക്കും. അപ്പോൾ ചെയ്യാൻ പറ്റില്ല. പ്രോഫിറ്റിലൊരു പൊസിഷൻ 5 വർഷം ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളൊക്കെ മില്യണറായി പോയേനെ. പലതും എത്ര കമ്പനികൾ 2 രൂപയിൽ നിന്ന് 5 രൂപയിൽ നിന്ന് കിട്ടി. ബജാജ് ഫിനാൻസ് 20 രൂപ ഞാൻ കണ്ടതാണ്. ഇന്ന് സ്പ്ലിറ്റായ സ്റ്റോക്ക്, ആ സ്റ്റോക്ക് 7000 8000 ഒക്കെ പോയി ബജാജ് ഫിനാൻസ് കയറി വന്നത്. അപ്പോൾ എത്ര ഇരട്ടി കയറി മാർക്കറ്റ്. പക്ഷേ നമുക്ക് ആ പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. അന്നേരമാണ് നമുക്കിത് നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ളൊരു ഭയം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കുറഞ്ഞു പോയാൽ ഇത് എന്തെങ്കിലും രക്ഷപ്പെട്ടാൽ എൻ്റെ മുതൽ ഇങ്ങോട്ട് വന്നില്ല, ഈ ഒരു വികാരമാണ്. നമ്മൾ ഇത് കൺട്രോൾ ചെയ്യാൻ ആൾക്ക് പറ്റുന്നില്ലെങ്കിൽ
ഒരിക്കലും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് മുമ്പേ പറഞ്ഞ പോലെ ഒരു പൂച്ച ആ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റോറി. അതായത് നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് യൂട്യൂബേഴ്സിൻ്റെ അതിലൊക്കെ നമ്മൾ അഡിക്റ്റ് ആയി നമ്മൾ കുറേ കോഴ്സൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നു, കോഴ്സ് എടുത്തു കൊടുക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ മാനസികാവസ്ഥയെ എനിക്ക് മാറ്റാൻ പറ്റാത്തിടത്തോളം കാലം ഞാൻ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പൂച്ച കിണറ്റിൽ വീണ പോലെ തന്നെ. പൂച്ചയ്ക്ക് രക്ഷപ്പെടാൻ പൂച്ച ശ്രമിക്കും. പൂച്ചയെ രക്ഷപ്പെടുത്താനാണ് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു കയറും തൊട്ടി എടുത്തിട്ട് കിണറ്റിലേക്ക് ഇറക്കി കൊടുത്താൽ പൂച്ച ഇതിലോട്ട് കയറത്തുമില്ല. പൂച്ച സ്വയം ചാടി രക്ഷപ്പെടാൻ നോക്കും. പൂച്ച വീണ്ടും ഒരു 3-4 സ്റ്റെപ്പ് അങ്ങോട്ട് കയറും, വീണ്ടും വെള്ളത്തിൽ തന്നെ. കിണറ്റിൽ വീണ പൂച്ചയുടെ അന്ത്യം അവിടെ തന്നെയാണ് ഭൂരിഭാഗം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ അവർ രക്ഷപ്പെടില്ല. അതുപോലെയാണ് കുറേ മണ്ടന്മാർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് ഇവരൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് അങ്ങോട്ട് ജിഞ്ചിൻമാലയാവുന്നു. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. എത്ര യൂട്യൂബേഴ്സ് ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് എത്ര ആൾക്കാർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ക്ലാസ് എടുത്തു കൊടുക്കുന്നവരുടെ പോർട്ട്ഫോളിയോ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഒരു പോർട്ട്ഫോളിയോ ആർക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവരുടെ വരുമാനം എന്താ? മാത്രമല്ല സാറേ, നമ്മളൊരു നല്ലൊരു ഇൻവെസ്റ്ററാണ്, നമുക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. ഡെയിലി എല്ലാ ദിവസവും ക്ലാസ് എടുത്ത് കൊടുക്കാൻ നമുക്ക് എവിടുന്ന സമയം? മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ഒരു ട്രേഡർക്ക് പറ്റുമോ? സക്സസ്ഫുള്ളായി ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം മുഴുവൻ ഇതിൻ്റെ മുന്നിൽ വേണം. അതിൻ്റെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചാർട്ട് പഠിക്കണം, കാര്യങ്ങൾ, നാളത്തെ ട്രെൻഡ്, മറ്റു മാർക്കറ്റുകളൊക്കെ നമ്മൾ നോക്കണം. ഇതിലെടുക്ക് നമുക്ക് ക്ലാസ് എടുക്കാനും എല്ലാ ദിവസവും യൂട്യൂബ് വീഡിയോ ചെയ്യാൻ എവിടുന്ന സമയം? ഡ്രൈവിംഗ് അറിയാൻ പാടാത്ത ഒരാൾ ഫോണിൽ കൂടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പോലെ. അതെ. നീന്തൽ അറിയാണ്ട് കരയിൽ നിന്ന് എഴുതി പഠിക്കുന്ന പോലെ തന്നെ. അതുപോലെ തന്നെ അതാണ് നമ്മൾ പഞ്ചസാരയുടെ മധുരത്തിനെ കുറിച്ച് പറഞ്ഞില്ല. പഞ്ചസാര എന്നൊരു കടലാസിൽ എഴുതിയിട്ട് അതിനെ എടുത്ത് നോക്കി അതിന് മധുരം ഉണ്ടാവില്ല. പഞ്ചസാര തന്നെ വേണം കഴിയും. അതുപോലെ ട്രേഡ് ചെയ്യുന്ന ഒരു ഷാർപ്പ് സെല്ലിങ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ടെക്നിക്കലും അവിടെ വർക്കൗട്ട് ആവില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ വേണ്ടേ ഒരു നല്ല ആനപ്പാപ്പാൻ. മതയിളകി ആനയെ പിടിച്ചു നിർത്തുന്നവനല്ല പാപ്പാൻ. ആനക്ക് മതയിളകുന്നുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരാളാണ് യഥാർത്ഥ ആനപ്പാപ്പ. അതുപോലെ തന്നെയാണ് മാർക്കറ്റ് നമുക്ക് എഗെയിൻസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുക, പൊസിഷൻ എക്സിറ്റ് ചെയ്യുക, മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക, വീണ്ടും നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴേക്ക് ഒരു സേഫ് സോണിൽ എത്തിയിട്ടാവും വീണ്ടും. അല്ലാതെ നമ്മളെ വൈകാരികമായി നമ്മൾ സമീപിക്കുമ്പോൾ ഹ്യൂജ് ലോസ് നമുക്ക് മാർക്കറ്റിൽ വരും. മാർക്കറ്റ് എവിടം വരെയും പോവാം. ഇവിടുന്ന് ചിലപ്പോൾ 5,000, ഇപ്പോൾ നിഫ്റ്റി 25,000 കൺസോൾട്ടേറ്റ് ചെയ്യും. ഇവിടുന്ന് ഒരു 5,000 മാർക്കറ്റ് കറക്ഷൻ സംഭവിച്ചൂടെ? വരാം. ഈ പൊസിഷനൊക്കെ എവിടെ ഉണ്ടാവും? ലിവറേജ് എടുത്തിരുന്നാൽ മാർക്കറ്റിൽ നമ്മൾ ഔട്ടാവും. അതുതന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഒരു കാരണവശാലും ലിവറേജ് എടുക്കരുത്. ലിവറേജ് ഒരു മാർക്കറ്റിലും എടുക്കരുത്. ഒരു കാലത്തെ ഒരു മാർക്കറ്റിലും ലിവറേജ് അവനവൻ്റെ കയ്യിലുള്ളത് മാത്രം എടുക്കുമ്പോഴേ ലോസും ഉണ്ടാവും. ഇതുപോലെ നാളെ ഇന്നത്തെ ട്രേഡ്, അതായത് ഓരോ കാലഘട്ടത്തിലും കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, അവർ ഒരു ശുദ്ധി കലശം മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് തുടച്ച് നീക്കും. വീണ്ടും പുതിയ മാർക്കറ്റാണ്. അതായത് 2010 ട്രേഡേഴ്സ് പലരും ഇന്ന് ട്രേഡിങ്ങിലില്ല. ഞാനൊക്കെ ചെയ്യുന്ന സമയത്തുള്ള കുറേ ട്രേഡേഴ്സ് ഉണ്ട്, അന്നത്തെ വലിയ രീതിയിൽ വോളിയം ചെയ്യുന്നവർ. അവരിന്നില്ല. അവരൊന്നിക്ക് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ 5 വർഷം കഴിയുമ്പോൾ മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടാകുമ്പോൾ ആ കറക്ഷനിൽ എല്ലാം തിരുത്തപ്പെടും. പല കമ്പനികളും 10-1 10 ഇരട്ടിയായിട്ടുണ്ട്. 10-1 ട്രേഡേഴ്സൊക്കെ ഔട്ടാവും. 10 ഇരട്ടിയാകുമ്പോൾ ഇൻവെസ്റ്റേഴ്സൊക്കെ അവിടെ നിലനിൽക്കും. ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അരുണോട് പറഞ്ഞില്ലേ, നമ്മുടെ ഒരു 2 പേർക്കും പരിചയമുള്ള ഒരാളെ വിളിച്ചെന്ന്. പുള്ളിയോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ, കഴിഞ്ഞ 10 വർഷം മാർക്കറ്റിലുള്ള ആൾക്കാരോട് മാത്രമേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. ശരിയല്ലേ? പുള്ളി പറഞ്ഞ വളരെ കറക്റ്റാണ്. അതല്ലാണ്ട് ഇന്നലെ വന്ന ഒരാളോട് നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. 10 വർഷം ഒരു കോഴ്സ് ഫീ കൊടുത്ത് പഠിച്ച് ഇപ്പോഴും മാർക്കറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അതാ പറഞ്ഞത്. അതാ പറഞ്ഞത്. ഇപ്പം നമ്മൾ MBBS MD കഴിയണമെങ്കിൽ 2 കോടി രൂപയിലും വേണം അല്ലേ? അതേപോലെ തന്നെയാണ് നല്ലൊരു കോഴ്സ് പഠിച്ചിറങ്ങാൻ ഇതിനകത്ത് കുറച്ച് പൈസ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ചിലപ്പോൾ ലോസ് ഉണ്ടാവും. പക്ഷേ ആ 10 വർഷം എല്ലാ കളികളും പഠിച്ച് നിൽക്കുന്നവർ അവർ മാർക്കറ്റിൽ ഒരു ട്രേഡേഴ്സാണ് നമുക്ക് പറയാം. ഉറപ്പായിട്ടും അല്ലേ? ഇന്നലെ വന്നവരോ അല്ലെങ്കിൽ 2 വർഷം വന്നവരോ. അതായത് മാർക്കറ്റിൻ്റെ ക്രാഷ്, അന്നുണ്ടായ ക്രാഷ് ഇന്നില്ല. രാവിലെ 220 രൂപയിൽ കിടന്ന ഒരു ബ്ലൂ ചിപ്പ് കമ്പനി സത്യം കമ്പ്യൂട്ടർ വൈകുന്നേരം 6 രൂപയാണ്. എത്രമാത്രം? എനിക്കറിയാം. അത് ലിവറേജ് പൊസിഷൻ എടുത്ത് നമ്മളെ അക്കൗണ്ടിൽ എല്ലാം അടിച്ചു പോയത്. ഫിനിഷ് ചെയ്ത് രാവിലെ 200 രൂപയുടെ സ്റ്റോക്ക് വൈകിട്ട് 6 രൂപ. അത്രത്തോളം കറക്ഷൻ ഞാൻ എൻ്റെ ഒരു അനുഭവം. ഞാൻ ആ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നു. ഞാനത് ട്രാവലാണ്. അപ്പോൾ ഞാൻ കാസർഗോഡ് ട്രാവൽ ചെയ്തിരിക്കുമ്പം എന്നെ കാലിക്കറ്റ് എൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സാർ എൻ്റെ ഈ സാധനം ഭയങ്കരമായിട്ട് താഴെ പോകുന്നുണ്ട്. ഐ തിങ്ക് 165 റേഞ്ചിലാണ്, ഫ്രം 200 പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു 1000 ഷെയർ മേടിക്കാൻ പറഞ്ഞു. ആൻഡ് ട്രാവൽ എനിക്കറിയത്തില്ല എന്നെ സംഭവിച്ചെന്ന്. ഞാൻ കാസർഗോഡ്, അതായത് കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്ത് കാസർഗോഡ് എത്തിയപ്പോൾ ഏകദേശം സാധനം
ഒരു ഫിനിഷായി. ഫിനിഷായി. ഞാനൊരു 10-20 രൂപ വന്നപ്പോഴത്തേനും എക്സിറ്റ് ചെയ്ത് കളഞ്ഞത്. അല്ല, അതിന് നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അന്ന് എന്താ സംഭവിച്ചത്, ഞാനത് പഠിക്കുമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് റീസൺ അറിയാതെ നമ്മൾ അതിനകത്ത് പോയി ചാടി. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. റീസൺ അറിയണമല്ലോ, മാർക്കറ്റിൽ എന്താ റീസൺ. ഒരു ട്രേഡർക്ക് ആണെങ്കിൽ 170 രൂപയിലേക്ക് അന്ന് കർഷക, ഞാനൊന്ന് എനിക്ക് ഓർമ്മയുണ്ട്, 170 വന്ന സ്റ്റോക്ക് വീണ്ടും 190 കയറി പോകുന്നു. അപ്പോൾ അത് 52 വീക്ക് ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു കൺസോൾട്ടേഷൻ അവിടെ വന്നു. ഒരു ട്രേഡർ ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ച ഒരാളാണെങ്കിൽ ആ ലോസ് വരില്ല, ഒരു 5% 10% ലോസിൽ നമുക്ക് പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ചുവട് പറിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ലിവറേജ് എടുക്കുന്നതുകൊണ്ടും സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യാത്തത് കൊണ്ടുമാണ്. ഇപ്പോൾ അരുൺ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് നമ്മൾ ഇൻട്രാക്ഷൻ ഉണ്ട് ത്രൂ വാട്സാപ്പ്. നിങ്ങൾ പറയുന്ന എല്ലാ പോയിൻറ്സും നിഫ്റ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, ഇതിൽ നിൽക്കത്തില്ല, ഇന്ന് പൊട്ടും, കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് 95% അല്ലേ, ഓൾമോസ്റ്റ് നമ്മൾ ട്രെൻഡ് ഫോളോ. അതെ, ട്രെൻഡ് ഫോളോ. ഞാനെന്നല്ല, എനിക്ക് അത് പറയാൻ പറ്റും. നമ്മളൊരു സിസ്റ്റത്തിൽ കൂടിയാണ് മാർക്കറ്റ്. നിങ്ങളെ ഞാൻ വേറെ ആരെയും അങ്ങനെ പേഴ്സണലി വാച്ച് ചെയ്യാറില്ല. ഒരു സിസ്റ്റത്തിൽ കൂടെ, നമ്മളൊരു സിസ്റ്റത്തിൽ കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ആ സിസ്റ്റം കറക്റ്റായിട്ട് നമുക്കൊരു ട്രെൻഡ് കാണിച്ചു തരും. നമ്മളൊരിക്കലും വൈകാരികം, ഞാൻ ലോങ് പൊസിഷൻ എടുത്തിട്ടാണ് ഞാൻ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മാർക്കറ്റ് കയറും തന്നെ തോന്നിക്കും. ഞാൻ പുറത്ത് നിന്നിട്ട് നോക്കുമ്പോൾ മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ഏത് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ മൈൻഡ് മാറി. ഇനിയിപ്പോൾ അത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ കയറി വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഇത് കയറി പോയാലോ എന്നൊരു തോന്നല്. സലീംകുമാർ പറഞ്ഞാൽ അഥവാ ബിരിയാണി കിട്ടിയാലോ, നമുക്കറിയില്ല ബിരിയാണി അവിടെ ഇല്ലെന്ന്. ഒപ്റ്റിമിസം എല്ലാത്തിലും നല്ലതല്ല. അല്ല അത് പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ. വരുൺ പറഞ്ഞല്ലേ, റിസൾട്ട് മോശമാണ്, അല്ലെങ്കിൽ പെർഫോമൻസ് ഇല്ല, ഫണ്ടമെന്റലി വീക്കായ കമ്പനി. റിസ്ക് ഐഡന്റിഫൈ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഒപ്റ്റിമിസം കാണിക്കണം. ഇത്ര റിസ്ക് ഞാൻ എടുക്കാൻ തയ്യാറാണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഷെയർ, വളരെ മോശപ്പെട്ടൊരു കമ്പനിയുടെ ഷെയർ മേടിച്ചു, ഓക്കെ, ഒരു 300 രൂപയ്ക്ക് ഒരു ഷെയർ മേടിച്ചു. നമ്മുടെ മനസ്സിൽ 300 മേളിൽ പോകുന്നുള്ളതാണ്, നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും പഠിക്കാതെയാണ്. ആ ഒപ്റ്റിമിസം ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞത്. അത് കറക്റ്റ് അല്ലേ? ഒപ്റ്റിമിസ്റ്റിക് ആവും. അത് അരുൺ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് പഠിച്ച് അനലൈസ് ചെയ്ത് മേടിച്ച്, അല്ലെങ്കിൽ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളെ ഒപ്റ്റിമിസം കൊള്ളാം. അതെ. അപ്പോൾ നമ്മൾ റിലയൻസ് പവർ അന്ന് എനിക്ക് തോന്നുന്നത് 2012 അല്ല 2008 IPO, റിലയൻസ് പവറിൻ്റെ IPO. ഇന്ന് റിലയൻസ് പവർ 400 രൂപ ഉണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ റിലയൻസ് പവർ 2 രൂപയിലേക്ക് കുറഞ്ഞു വന്നു. 2 രൂപയിൽ വന്നപ്പോൾ ആരും ആ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആർക്കും അത് മേടിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായില്ല. തിരിച്ചത് വീണ്ടും കയറി 60-70 രൂപയിലേക്ക് എത്തി. അതുപോലെ സുസ്ലോൺ 2 രൂപയിൽ നിന്നാണ് കയറി 70 രൂപയിലേക്ക് എത്തി. അപ്പോൾ 30 ഇരട്ടി 40 ഇരട്ടിയിലേക്കും ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോഴും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് അങ്ങോട്ട് വർദ്ധിക്കുന്നത്. അപ്പോൾ ഇത്രയും താഴെയിൽ നിന്നാണ് വാല്യൂഷൻ കയറിപ്പോയത്. ഒരു ഡിപ്പ് കിട്ടുകയാണെങ്കിൽ മേടിക്കില്ല, ആ സ്റ്റോക്ക് പൊക്കോട്ടെ, വേറെ ഒത്തിരി ചാൻസ് ഉണ്ട് മാർക്കറ്റിൽ, അതിലേക്ക് നമുക്ക് നോക്കാം. അതല്ല, ആ കയറിപ്പോകുന്ന സ്റ്റോക്കിൻ്റെ പുറകെയാണ് പോകുന്നത്. അതുപോലെ പല സ്റ്റോക്കുകൾ, ഇപ്പം യൂണിടെക്ക് 500 രൂപയിൽ നിന്ന് 1 രൂപ 50 പൈസ വന്നു. ഇപ്പം 15 രൂപ വന്നപ്പോൾ ഒരുപാട് ടിപ്സ് വരുന്നുണ്ട്. അത്ര വോളിയം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് വോളിയം കയറ്റി കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള പെന്നി സ്റ്റോക്കുകൾ മേടിച്ച് കൊണ്ടുവന്നു. രക്ഷപ്പെട്ടാൽ പെട്ടു, പോയാൽ പോയി. ഇപ്പോൾ നഷ്ടം ഉണ്ടാക്കുന്നതിന് ഒത്തിരി ഘടകങ്ങളുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു കാര്യങ്ങളും സ്റ്റഡി ചെയ്യാതെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ പെന്നി സ്റ്റോക്കായാലും സാധ്യതയുണ്ട്, കയറി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകിച്ചും നമ്മൾ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കടബാധ്യതയുള്ള കമ്പനികൾ പരമാവധി ഒഴിവാക്കുക. ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ പിന്നെയും അവർക്കൊരു ബിസിനസ് പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരു വിഷനുണ്ട്. പക്ഷേ പല കമ്പനികൾക്കും ബിസിനസ് വളരെ മോശമാണ്, ഹ്യൂജ് ഡെപ്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത്തരം കമ്പനികൾ റിക്കവറി ആയിട്ട് വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് മറ്റെന്തെങ്കിലും വലിയ കമ്പനികൾ ടേക്ക് ഓവർ ചെയ്യുകയോ അല്ലെങ്കിൽ കമ്പനിയുടെ മേജർ അസറ്റുകൾ മേടിക്കുകയോ ഒക്കെ ചെയ്ത് ലോണൊക്കെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലുണ്ട്. പക്ഷേ ഇല്ലാത്ത ഘട്ടത്തിലൊക്കെ കമ്പനികൾ ലാസ്റ്റ് NCLT-യിലേക്ക് പോകും, അവിടെ നിന്ന് ബാങ്ക്രപ്സി ആവും, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാശൊക്കെ പോകും. എന്തായാലും ലെൻഡേഴ്സിന് അവരുടെ കാശ് കിട്ടും. ഇപ്പം നഷ്ടപ്പെടുന്നത് ആദ്യം ആർക്കാ? നമ്മളെപ്പോലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്, അതും ചെറുകിട ഇൻവെസ്റ്റേഴ്സിനാണ് ഹ്യൂജ് ലോസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഓപ്ഷൻസിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാമായിരുന്നു. ഓപ്ഷൻസ് മാർക്കറ്റിൻ്റെതും ഞാൻ ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്ക് ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം അവരെ നയിക്കുന്ന വികാരം എന്താണ്? ചെറിയ പൈസയുള്ളൂ, പെട്ടെന്ന് കാശുണ്ടാക്കണം, വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനില്ല, ഭാഗ്യ അന്വേഷികളാണ്. ചെറിയ പൈസ ഉണ്ട്, 5,000 10,000 റുപ്പീസ് ഉണ്ട്, ഇതിനെ കൊണ്ടൊരു 10 ഇരട്ടി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് വരുന്നവരാണ് ഓപ്ഷൻ ബയേഴ്സ്. ഓക്കെ. പക്ഷേ ഓപ്ഷൻ സെല്ലേഴ്സ് കൃത്യമായ ധാരണയുള്ളവരാണ്. അവർക്കൊരു പക്ഷേ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് വന്നാൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പൊസിഷൻ ഡെലിവറി എടുത്തിട്ടായാലും അത് ഹോൾഡ് ചെയ്തിട്ട്
നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ അനുകൂലമായി മാറണം. ഒന്ന്, പ്രൈസ് മൂവ് ചെയ്യണം. കാര്യമായിട്ടൊരു ഡയറക്ഷൻ ഇവരുടെ സൈഡിലേക്ക്, ഇവർ പ്രതീക്ഷിക്കുന്ന സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് വരണം. കൂടാതെ ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. ടൈമിലി അത് കയറി വരണം. ആ ഒരു എക്സ്പയറി ടൈം ഉണ്ടല്ലോ, ആ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൈസ് എടുക്കുന്നത്. കയറി വന്നാൽ പോരാ. ഇപ്പം വീക്കിലി എക്സ്പയറിയുള്ള ഇൻഡെക്സ് ഫ്യൂച്ചറിലോ ഓപ്ഷനിലോ നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് ഈ വീക്ക് നെക്സ്റ്റ് തേഴ്സ്ഡേക്ക് മുന്നേ മാർക്കറ്റ് കയറി വരണം. അല്ല തേഴ്സ്ഡേ കയറി വന്നിട്ടും കാര്യമില്ല, നമ്മുടെ സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് മുകളിലോട്ട് പോയാൽ മാത്രമേ അതിന് പ്രീമിയം കിട്ടൂ. അപ്പോൾ ഇപ്പോഴും ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ റൂൾസ് എന്താണെന്ന് അറിയത്തില്ല. കാരണം ഓപ്ഷൻ്റെ നമ്മളെ സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് എത്രത്തോളം മൂവ് ചെയ്താലാണ് ഇതിന് പ്രീമിയം കിട്ടുക, എത്രത്തോളം ടൈമിൽ ഡിപ്പെൻഡഡ് ആണ്, അതുപോലെ തന്നെ എത്രത്തോളം പിന്നെ നമുക്കതിൽ റിസ്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചല്ല. പ്രീമിയം നഷ്ടപ്പെടുമ്പോൾ മാർക്കറ്റ് കയറി എൻ്റെ ഓപ്ഷൻ 0 ആയി. നേരെ മറിച്ച് ഓപ്ഷൻ സെല്ലർക്ക് കൃത്യമായിട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രം അവർക്ക് അനുകൂലമായാൽ മതി. മാർക്കറ്റ് വലിയ രീതിയിൽ ക്രാഷ് സംഭവിക്കാതിരിക്കുകയോ നമ്മുടെ മണി അടുത്ത മണിയിൽ നിന്ന് താഴോട്ട് പോകാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ്, പ്രീമിയം മുഴുവൻ പ്രോഫിറ്റാണ്. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് വിൽക്കുന്നു. ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്താ? മാക്സിമം ആ പ്രീമിയമാണ്. പക്ഷേ ആർക്കാണ് പ്രോഫിറ്റ്? ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കല്ല ലാഭം, ഇൻഷുറൻസ് വിൽക്കുന്നവർക്കാണ് ലാഭം. അതുപോലെ തന്നെയാണ് ഇവിടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതേ ഒരു പ്രൊസീജിയറാണ് ഇവിടെ. ഇൻഷുറൻസിൻ്റെ അതേ സംഭവമാണ് ഇവിടെ. നമ്മൾ ഓപ്ഷൻ സെല്ലർ എന്ന് പറയുമ്പോൾ ആ പ്രീമിയമേ നമുക്ക് ലഭിക്കുമെങ്കിലും ആ പ്രീമിയം നമുക്ക് കിട്ടാനാണ് കൂടുതൽ സാധ്യത. പ്രീമിയം നഷ്ടപ്പെടാനുള്ള സാധ്യത 5% ഉള്ളൂ. നമ്മളിപ്പോൾ ലോങ് സ്ട്രൈക്കിൽ നമ്മളൊരു ഓപ്ഷൻ റൈറ്റ് ചെയ്യാണ്. പുട്ട് ഓപ്ഷൻ ആവട്ടെ, കോൾ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ ആവട്ടെ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാർക്കറ്റിലൊരു ഷാർപ്പ് മൂവ്മെൻറ്റ് വളരെ പെട്ടെന്ന് വരികയാണെങ്കിൽ മാത്രമേ ഓപ്ഷൻ പ്രീമിയം കൂടാനുള്ള സാധ്യതയുള്ളൂ. മാർക്കറ്റ് 2-3 ദിവസം അവിടെ കിടന്നിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 20%, 30% ഒക്കെ പ്രീമിയം ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. അതിനാണ് കൂടുതൽ സാധ്യത. ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് പേഴ്സണലി ചെയ്യുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. എനിക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ഏറ്റവും. ഓപ്ഷൻ ബൈയിങ്ങിൽ പ്രോഫിറ്റ് കിട്ടാറില്ല. ഓപ്ഷൻ ബൈ ചെയ്താൽ 90% നഷ്ടമാണ്. സെബിയുടെ ഒരു കണക്കനുസരിച്ചിട്ട് ഓപ്ഷൻ ട്രേഡേഴ്സിൽ 90% ആൾക്കാരും നഷ്ടം ഉണ്ടാക്കുന്നതാണ്. പെർ ലോസ് 50,000 റുപ്പീസ് അപ്രോക്സ്. അപ്പോൾ ഈ 50,000 രൂപ നഷ്ടം വരുന്നത് അതിൽ എനിക്ക് തോന്നുന്നു 90%, ഏകദേശം ഒരു കണക്ക് പറയുകയാണ്, 90%ഓളം നഷ്ടം ഉണ്ടാക്കുന്ന ഓപ്ഷൻ ബയേഴ്സാണ്, ഓപ്ഷൻ സെല്ലേഴ്സ് അല്ല. ഓപ്ഷൻ ട്രേഡിങ്ങിൽ 90% ലോസാണ്. 50,000 രൂപ വെച്ചിട്ട് പെർ ലോസ് ഉണ്ട്, പെർ ഷെയർ. അപ്പോൾ അവിടെ തന്നെ 90% ആൾക്കാർ ലോസ് ഉണ്ടാക്കുന്നത് ഓപ്ഷൻ ബയേഴ്സാണ്. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഓപ്ഷൻ സെല്ലേഴ്സിനാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ഓപ്ഷൻ സെല്ലറാണെങ്കിൽ നമുക്ക് താരതമ്യേന കുറച്ച് മാർജിൻ ഹോൾഡ് ചെയ്യണം. അത്യാവശ്യം കയ്യിൽ ക്യാഷ് വേണം, എങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ റിലയൻസ് 1400 ഇപ്പോൾ 1500 മാർക്കറ്റ് നടക്കുകയാണ്. കോള് റൈറ്റ് ചെയ്യുന്നതിന് മാർജിൻ കൂടുതൽ വേണം. കോള് റൈറ്റ് ചെയ്യലാണെങ്കിലും പുട്ട് റൈറ്റ് ചെയ്യലാണെങ്കിലും എന്ത് റൈറ്റ് ചെയ്താലും മാർജിൻ കൂടുതൽ വേണം. അതെ മാർജിൻ, സോ പ്രോഫിറ്റ് പോസിബിലിറ്റി കൂടുതലാണ്. അതെ. മറ്റേ ആരും പറഞ്ഞ പോലെ വണ്ടി ഇടിച്ചാൽ കാശ് കിട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലെക്കിന് കിട്ടി, വണ്ടി അടിച്ചാൽ കാശ് കിട്ടി. അതുപോലെ തന്നെ വണ്ടി അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടാൽ പെട്ടു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പുതിയ കോൺട്രാക്റ്റിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5-10 ദിവസം കൊണ്ട് തന്നെ പ്രീമിയം വലിയ രീതിയിൽ ലോസ് ആകുന്നുണ്ട്. ഒരു 40% ഒക്കെ പ്രീമിയം ഡിസ്കൗണ്ട് വരും. അവിടെയാണ് ഒരു ഓപ്ഷൻ സെല്ലറുടെ അവസരം കിടക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമുക്ക് 2 ഹെഡ്ജ് ചെയ്തിട്ട് ഓപ്ഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ ബൈ ചെയ്യുന്ന പ്രീമിയം ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന പ്രീമിയത്തേക്കാൾ കുറവായിരിക്കണം. ഇപ്പോൾ 2 ലക്ഷം രൂപയുടെ പ്രീമിയത്തിൻ്റെ ഓപ്ഷൻ നമ്മൾ മാർക്കറ്റിൽ സെല്ല് ചെയ്തു, സ്പ്രെഡായിട്ട് നമ്മൾ സെല്ല് ചെയ്തു. 1 ലക്ഷം രൂപയുടെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബൈ ചെയ്യാം. പക്ഷേ നമ്മുടെ നെറ്റ് പ്രീമിയം 1 ലക്ഷം റുപ്പീസ് ഉണ്ട് അവിടെ. ആ നെറ്റ് പ്രീമിയം പ്രോഫിറ്റ് ആക്കി എടുക്കണമെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ്, മാർക്കറ്റ് റേഞ്ച് ബോണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ബ്രേക്ക് ഔട്ട്, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മാർക്കറ്റ് കൺസോൾട്ടേഷൻ, ഇതിനെ കൃത്യമായിട്ട് നമ്മൾ വാച്ച് ചെയ്ത് നമ്മളൊരു ഫോർമേഷൻ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ, ഞാൻ ഈ രീതിയിലാണ് എൻ്റെ സ്ട്രാറ്റജി സെറ്റ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് ഇയർലി 30-40% റിട്ടേൺ ഓപ്ഷൻ സെല്ലിങ്ങിൽ കൂടി ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. മാർക്കറ്റ് ഡയറക്ഷൻ ചെറിയ തോതിൽ തെറ്റിപ്പോയാൽ നമുക്ക് എഗൻസ്റ്റായിട്ട് വരില്ല. വലിയ രീതിയിലൊരു ഷാർപ്പ് കറക്ഷനൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഒരു തടിക്ക് തട്ടുക. ആ ഒരവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെടാൻ വേറെയും മാർഗ്ഗങ്ങളുണ്ട്. ഓപ്ഷൻ ഹെഡ്ജിങ്ങിൽ കൂടെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ് നല്ലൊരു ചാൻസാണ്. പക്ഷേ അതിന് അധികം ആൾക്കാർ അതിനെക്കുറിച്ച് അധികം സെല്ലിങ് ഈസ് ബെറ്റർ ദാൻ ബൈ. യെസ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഈ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടേ സിമ്പിളായിട്ട് ഈ ഓപ്ഷൻ നമ്മൾ റൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാത്തിലും മിടുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ലളിതമായിട്ട് ഈ ഓപ്ഷൻ റൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതായത് ഓപ്ഷനിൽ നമ്മൾ എപ്പോഴും പറയും
ഹൈ വൊളാറ്റിലുള്ള സമയത്ത് ഓപ്ഷൻ ബൈ ചെയ്യണമെന്ന്. ഞാൻ പറയും ഓപ്ഷൻ സെല്ല് ചെയ്യണമെന്ന്. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് വൊളാറ്റിൽ കൂടുമ്പോൾ ഓപ്ഷൻ്റെ പ്രീമിയം വർദ്ധിക്കും. ഇപ്പോൾ നിഫ്റ്റിയിൽ മാർക്കറ്റ് ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രീമിയം കുറവായിരിക്കും. പെട്ടെന്ന് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് വരുമ്പോൾ ലോങ് സ്ട്രൈക്കിലുള്ള പുട്ട് ഓർ കോൾ ഓപ്ഷൻ പ്രീമിയം വലിയ രീതിയിൽ വർദ്ധിക്കും. ഈ സമയത്താണ് നമ്മൾ മാർക്കറ്റിൽ സെല് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം ഇന്നിപ്പോൾ കഴിഞ്ഞ റിലയൻസിൻ്റെ കാര്യം റിലയൻസ് കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നു. റിസൾട്ട് ഡേയിൽ തൊട്ട് തലേ ദിവസമുള്ളതിനേക്കാൾ കൂടുതൽ പ്രീമിയം റിസൾട്ട് വരുന്ന ദിവസം ഉണ്ടായിരുന്നു. എല്ലാ സ്ട്രൈക്കിലും പ്രീമിയം കൂടുതലുണ്ടായിരുന്നു. പിറ്റേ ദിവസം മാർക്കറ്റിലൊരു കറക്ഷൻ വന്നു. കറക്ഷൻ വന്നപ്പോൾ പ്രീമിയം കൂടി, കോൾ സൈഡിലും പ്രീമിയം കൂടി, കറക്ഷൻ വന്നപ്പോഴും കോൾ സൈഡിൽ പ്രീമിയം കൂടി, പുട്ട് സൈഡിലും പ്രീമിയം കൂടി. അപ്പോൾ മാർക്കറ്റ് വൊളാറ്റിൽ കൂടുകയാണ്. അപ്പോൾ റിസ്ക് താരതമ്യേന റിസ്ക് കൂടുതലാണ് അവിടെ. അപ്പോൾ രണ്ട് സൈഡിലും പ്രീമിയം കൂടുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ മാർക്കറ്റിൻ്റെ റേഞ്ച് കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം റിലയൻസിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ 1377 സ്ട്രോങ് സപ്പോർട്ടാണ്. ഇനി വരാവുന്ന റെസിസ്റ്റൻസ് 1431, 1448, അതുപോലെ 1467, 1515, 1555 ഈ ലെവലിൽ. അപ്പോൾ ഞാൻ റിലയൻസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ലെവൽസ് എല്ലാം കൃത്യമായി എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ ചെയ്യുമ്പോൾ 4 or 5 സ്റ്റോക്കുകളായിട്ട് തിരിക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് പരമാവധി ലാർജ് ക്യാപ്പ് സ്റ്റോക്കിൽ തന്നെ ഓപ്ഷൻ ചെയ്യാം. കാരണം വലിയൊരു മൂവ്മെൻറ്റ് റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് പോലുള്ള ലാർജ് ക്യാപ്പ് സ്റ്റോക്കിൽ 10 lakh CR അബോവ് മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളിൽ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം ജെയിൻ സ്ട്രീറ്റിൻ്റെ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമേ അത് സാധിക്കൂ. നിഫ്റ്റിയിൽ ഒരു ജെയിൻ സ്ട്രീറ്റ് വിചാരിച്ചാൽ ഒരിക്കലും അതുപോലൊരു കളി കളിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റേജ് കൂടിയ 2 സ്റ്റോക്കുകൾ, HDFC ബാങ്കിന് 28% വെയിറ്റേജ്, ICICI ബാങ്കിന് 24% വെയിറ്റേജ്. ഇതെങ്ങനെ ഇവരൊക്കെ ഈ ഒരു രീതിയിൽ എന്താ പറയുക ഇൻഡെക്സ് സെറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം വളരെ ബാലിശമായൊരു നടപടി അത്. കാരണം ആ സെക്ടറിലേക്ക് മറ്റ് ബാങ്കുകളെയും കൂടെ കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി ഇതൊരു ഡൈവേഴ്സിഫൈഡ് ആക്കണമായിരുന്നു. 2 ബാങ്കുകൾ ലോജിക്കില്ലാത്ത കാര്യം, ലോജിക്കില്ല. HDFC ബാങ്കും ICICI ബാങ്കും ബാങ്ക് നിഫ്റ്റിയുടെ 50% വെയിറ്റേജ് വന്നു. അപ്പോൾ ഈ 2 സ്റ്റോക്കിൽ ഒരു ഷാർപ്പ് സെല്ലിംഗ് നടത്തിയാൽ തന്നെ ഒരു ഇൻഡെക്സിൽ വലിയ രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ വെയിറ്റേജ് കൂട്ടിയ. പക്ഷേ നിഫ്റ്റിയിൽ നോക്കുക, റിലയൻസിന് 10%, ഭാരതി എയർടെലിന് 5%, മറ്റുള്ള സ്റ്റോക്കുകളൊക്കെ 2%, 3% ഒക്കെയാണ് വെയിറ്റേജ്. അപ്പോൾ അവിടെ റിലയൻസിൽ തന്നെ ഒരു വലിയ സെല്ലിംഗ് നടത്തിയാൽ പോലും നിഫ്റ്റിനെ ഒന്നും അനക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെയാണ് നമ്മൾ നമ്മുടെ അവസരം നോക്കുക. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെ ഭാരതി എയർടെൽ, അതുപോലെ HDFC ബാങ്ക്, SBIയിലൊക്കെ നമ്മൾ ഓപ്ഷൻ റൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കൃത്യമായ ഡയറക്ഷൻ ഏതാണ്ട് കിട്ടും. ഒരു ലാർജ് ക്യാപ്പ് സ്റ്റോക്കിൽ മാക്സിമം ഒരു 5 lakh CR അബോവ് വാല്യൂഷനില്ല, 5 trillion അബോവ് വാല്യൂഷനിലെ സ്റ്റോക്കാണ് ഞാൻ ഓപ്ഷൻ സാധനം സെല് ചെയ്യാറ്. നമുക്ക് അടുത്ത മാത്രമല്ല നമുക്ക് ഡെലിവറി എടുക്കാം. പുട്ട് ഓപ്ഷനൊക്കെ സെല് ചെയ്ത് കഴിഞ്ഞാൽ റിലയൻസ് ഒക്കെ ആണെങ്കിൽ ഒരു കറക്ഷൻ വന്നാൽ നമുക്ക് ഡെലിവറി എടുത്ത് വെക്കാം, അല്ലെങ്കിൽ വീണ്ടും അടുത്ത സ്ട്രൈക്കിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടാൽ നമുക്ക് പൊസിഷൻ ഹോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുക ലാർജ് ക്യാപ്പ് സ്റ്റോക്കിൽ ചെയ്യുക ഓപ്ഷൻ സെല് ചെയ്യുമ്പോൾ. അതുപോലെ നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നാൽ നമുക്ക് പറ്റണം. 1% ഒക്കെ റിസ്ക് നമുക്ക് എഗൈൻസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡെലിവറി എടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത സ്ട്രൈക്ക് അടുത്ത മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയം അധികം കിട്ടി. അങ്ങനെ നമുക്ക് 2-3 മാസം ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴേക്കും മാർക്കറ്റ് റിക്കവറി വരും. പക്ഷേ ഒരു ഓപ്ഷൻ ബയർക്ക് എപ്പോഴെങ്കിലും പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ? 2 മാസം മാർക്കറ്റ് കയറിയില്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു. ഇവിടെയാണ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഇവിടെ എന്താ ലിമിറ്റഡ് പ്രോഫിറ്റേ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ലിമിറ്റഡ് പ്രോഫിറ്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്ക് അത്യാവശ്യം കയ്യിൽ ക്യാഷ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിലേക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഓപ്ഷൻ സെല്ലിങ് ഇക്വിറ്റി ബൈയിങ്ങിനേക്കാളും ബെറ്ററാണ്. കാരണം നമുക്ക് ഒരിക്കലും ഇൻഡെക്സ് നിഫ്റ്റി റിലയൻസ് നാളെ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിഫ്റ്റി തിരിച്ചു വരും. നിഫ്റ്റി ഇല്ലാതാവില്ല. കറക്റ്റ്. ICICI ബാങ്ക് ഇല്ലാതാവും, HDFC ബാങ്ക് ഇല്ലാതാവും, പക്ഷേ നിഫ്റ്റിയോ സെൻസസോ ഒരിക്കലും ഇല്ലാതാവില്ല. ഇപ്പോൾ ഇൻഡെക്സിലൊക്കെ ഇങ്ങനത്തെ സാധ്യതകളുണ്ട്. നമുക്ക് ആവറേജ് ചെയ്തിട്ടും റേഞ്ച് കൊണ്ട് നോക്കിയിട്ടൊക്കെ നമ്മൾ ഇപ്പം ഒരു 2,000-3,000 പോയിൻ്റൊക്കെ നിഫ്റ്റിയിൽ കറക്ഷൻ വന്ന് ഇപ്പോൾ മേജർ സപ്പോർട്ടർ നിഫ്റ്റി 22,000 22,000 എന്നൊരു സപ്പോർട്ടാണ് നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട്. വലിയ രീതിയിൽ 2-3 ദിവസം കറക്ഷൻ വരുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു 1000 പോയിന്റിലൊക്കെ നല്ല പ്രീമിയം കിട്ടും. ആ പ്രീമിയത്തിൽ നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക. വേണമെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഹെഡ്ജ് ചെയ്യാമല്ലോ. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അത്രയും കപ്പാസിറ്റി ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇത്രയും റേഞ്ച് നമുക്ക് വരില്ലെന്ന് ഉറപ്പുണ്ട്. ആ റേഞ്ചിൽ നമ്മളൊരു ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു. അതിന് തൊട്ട് താഴത്തെ സ്ട്രൈക്കിൽ ഇതിനേക്കാൾ കുറഞ്ഞ പ്രീമിയത്തിൽ നമുക്കൊരു ഓപ്ഷൻ ബൈ ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ വന്നില്ലെങ്കിൽ ആ ഒരു എമൗണ്ട്, ആ ഒരു നെറ്റ് പ്രീമിയം നമുക്ക് കിട്ടി. ആ പ്രീമിയമാണ് നമ്മുടെ പ്രോഫിറ്റ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ 25% ഇയർലി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 3-4 വർഷമായിട്ട് ചെയ്തിട്ട് എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റിൽ പോകാൻ പറ്റുന്നുണ്ട്. ആ ഒരു രീതിയാണ് ഞാനിവിടെ പറഞ്ഞത്. അരുണെ, നമ്മൾ ആദ്യത്തെ പോഡ്കാസ്റ്റ് പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരണമെങ്കിൽ പൈസ വേണം. പൈസ വേണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്,
നാളത്തേക്കുള്ള ഒരു ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പൈസ, അല്ലെങ്കിൽ നമ്മളൊരു പർപ്പസ്, ഒരു വീട് വെക്കാൻ വെച്ചിരിക്കുന്ന പൈസയോ മകളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന പൈസയോ അതെടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടിട്ട് കുറച്ചുകൂടെ നന്നായിട്ടൊരു വീട് വെക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ മോളുടെ കല്യാണം നടത്താമെന്ന് പറഞ്ഞ് ഒരാൾ ഇതിലേക്ക് പോരരുത്. കറക്റ്റ് അല്ലേ? ഡെഫിനറ്റ് ആയിട്ട് പൈസ പോകും. അതല്ല, എനിക്ക് അടുത്ത 3 വർഷത്തേക്ക് ഈ പൈസ ആവശ്യമില്ല, അങ്ങനെ പൈസ ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നാൽ മതി. റെഗുലറായിട്ട് ഇൻകം വരുന്നവർ, മന്ത്ലി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ വീണ്ടും ആവറേജ്, കാരണം നമ്മളൊരു സ്റ്റോക്ക് മേടിച്ച് താഴെ പോയി ആവറേജ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കാശ് വേണം. അതെ. അപ്പോൾ ഒരു 5 lakh rupees ഉണ്ടെങ്കിൽ അതിന് 1.5 ആഡ് ചെയ്യുക, വീണ്ടും ഒരു 1.5 ആഡ് ചെയ്യുക, മൂന്നാമത്തെ സ്റ്റേജിൽ 2 lakh ആഡ് ചെയ്യുക. അതെ. ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഒരു 2-3 വർഷം വെയിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ 5 commands, ക്ഷമ ആട്ടുസൂപ്പിന് ഫലം ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ക്ഷമ നിരന്തരം പരീക്ഷിക്കപ്പെടും, പക്ഷെ ഒടുവിൽ അത് മികച്ച റിസൾട്ട് തരും. കറക്റ്റ്. അതാണ്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കിലൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പറഞ്ഞ പോലെ ഏറ്റവും ഇവിടെ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡിൻ്റെ സമയത്താണ് ഏറ്റവും മികച്ച ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സൗദി അരാംകോ ആയിട്ടുള്ളൊരു, സാറിന് ഓർമ്മയുണ്ടോ, സൗദി അരാംകോ ആയിട്ടുള്ളൊരു റിലയൻസിൻ്റെ ഡീല് കൊളാപ്സ് ആയിപ്പോയി. ആ ഒരു സമയത്ത് റിലയൻസ് ഒറ്റ ദിവസം 30% കറക്ഷൻ വന്നു. 900 രൂപയിലേക്ക് റിലയൻസ് വന്നു. അവിടുന്ന് റിലയൻസ് 3000 രൂപയിലേക്ക് കയറി. ഇപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റായി 900 രൂപയിലേക്ക് വന്നു. അറാംകോയുടെ ഒരു ഡീലിനെ ബേസ് ചെയ്തിട്ടല്ല റിലയൻസ് ഇവിടെ നിലനിന്നത്. പക്ഷെ അതൊരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ആണ്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് വീക്ക് ആയപ്പോൾ പാനിക് സെല്ലിങ് വന്നു. അവിടെയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മികച്ച കമ്പനികളെ അവരുടെ മോശം സമയത്ത് വാങ്ങിക്കുക, നല്ല കമ്പനികളെ അവരുടെ മോശം സമയത്ത് മേടിക്കുക. അപ്പോൾ അതുപോലെ പല കമ്പനികൾ ഇതുപോലെ വെറുതെ അങ്ങോട്ട് കയറിപ്പോവും. ഈ സ്റ്റോക്കിൽ നിന്ന് കയ്യിൽ കെണിഞ്ഞു പോയാൽ അവരുടെ നല്ല സമയത്ത് അവരെ വിറ്റ് ഒഴിവാക്കുക. മോശം കമ്പനി നമ്മുടെ കയ്യിൽ കെണിഞ്ഞു പോയാൽ നല്ല എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൽ അവർ റാലി വരുമ്പോൾ അങ്ങോട്ട് വിറ്റ് ഒഴിവാക്കുക. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. പരമാവധി അത്ര സ്റ്റോക്കിൽ കയറി തലവെക്കാതിരിക്കുക എന്നുള്ളത്. നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ എപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ. ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ കാശ് ഇറക്കണം. അല്ലാതെ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചിട്ട് എന്തെങ്കിലും ഇന്ന് ഉണ്ടാക്കി കാണിച്ചിട്ട് വീണ്ടും ഉണ്ടാക്കാൻ പോയാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഈ ഇന്ന് രാവിലെയും കൂടെ എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ കുറച്ച് ഫണ്ട് തരാം, എനിക്ക് മാസം ഇൻട്രസ്റ്റ് ഒരു റിട്ടേൺ തരാമെന്ന് വരും. നടപടിയുള്ള കാര്യമില്ലെന്ന് ഞാൻ അന്നേരം പറഞ്ഞു. ഇങ്ങനെ കാശ് മേടിച്ച് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരാണ് മാർക്കറ്റിനെ നശിപ്പിക്കുന്നതും മാർക്കറ്റിന് നല്ല പേര് കളയുന്നതും മുഴുവൻ ഇവരാണ്. ഇവരൊക്കെ ചെയ്യുന്നതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന മര്യാദയ്ക്ക് ട്രേഡ് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള കമ്പനികളും സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും റെഗുലേറ്ററി സൈഡിൽ നിന്ന് വലിയ രീതിയിൽ ഇൻഡസ്ട്രി മോശമാക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു കാരണവശാലും ഒരു കസ്റ്റമറും, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ഇനി വരാനിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഇങ്ങനെ ഒരാളെയും പൈസ ഏൽപ്പിച്ച് ട്രേഡ് ചെയ്യാൻ പോകരുത്. ഒരിക്കലും പാടില്ല. അവനവൻ്റെ പൈസ മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവനവനാണ്. അത് കറക്റ്റ് അല്ലേ? ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് അധ്യാപകരുണ്ട് ഈ ഫീൽഡിനകത്ത്, സ്റ്റോക്ക് മാർക്കറ്റിൽ. അല്ല, നമ്മളിപ്പോൾ ഇവിടെ നമ്മളൊരാളെയും നമ്മൾ ഈ കാര്യങ്ങൾ പഠിപ്പിക്കല്ല, നമ്മളെ അനുഭവങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അതെ, തീർച്ചയായും. അല്ല, കഴിഞ്ഞ 4 വർഷമായിട്ട് അരുൺ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 25% റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ട്. അല്ല, അതിന് മുന്നേ എനിക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. ഉറപ്പാ, ഒത്തിരി നഷ്ടം മാർക്കറ്റിൽ. അപ്പോൾ ആ കോഴ്സ് ഫീ നമ്മൾ കൊടുത്തു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പഠിപ്പ്. കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചെടുക്കാറുണ്ട്, പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ അനുഭവത്തിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. പക്ഷേ ഇതിൽ കോമൺ ആയിട്ട് നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് കണ്ണടച്ച് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു ഫീൽഡല്ല. അങ്ങനെ നമുക്ക് കാശ് കിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യണം, റിസ്ക് സെറ്റ് ചെയ്യണം. റിസ്ക് സെറ്റിങ്സ് ആണ് ഇതിൽ നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. റിസ്ക് സെറ്റിങ്സ് ആണ് ഏറ്റവും പ്രധാനം. അതുപോലെ ബേസിക്കലി നമ്മുടെ കേരള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് ഒരു ട്രേഡേഴ്സാണെന്ന് ഞാൻ പറയല, അവരൊരു ഇൻവെസ്റ്റേഴ്സാണ് അല്ലേ. അവരെപ്പോഴും നമ്മളെപ്പോഴും ഭൂമി മേടിച്ചിടുന്നു, അങ്ങനെ ഒരു കൾച്ചറാണ് നമുക്കുള്ളത്. ബാങ്കിൽ FD ഇടുന്നു. അപ്പോൾ നേരെ മറിച്ച് നോർത്ത് ഇന്ത്യയിൽ അവരുടെ ലൈഫ് തന്നെ സ്റ്റോക്ക് മാർക്കറ്റും ട്രേഡിങ്ങുമാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ആരോട് എന്നാ പറയാനുള്ളത്? അല്ല, അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിലേക്ക് ഇതിനെക്കുറിച്ച് വളരെ ഈ അടുത്ത കാലത്താണ്, എനിക്ക് തോന്നുന്നു കോവിഡൊക്കെ വന്നതിന് ശേഷം 2020 കൂടിയാണ് ഒരു തൊഴിലും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പലരും അന്വേഷിച്ച് ഇനി എന്ത് ചെയ്യുമെന്ന് അന്വേഷിക്കുമ്പോഴാണ് പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തിയത്. ഓൺലൈൻ ട്രേഡിങ്, സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പോഴും പലർക്കും, ഒരുപാട് വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു.
പലരോടും പോയിട്ട് എന്താ ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ് പോയി എന്തിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ചോദിക്കാറുണ്ട്. അതിന് നമുക്ക് ആൻസർ ഇല്ല. നമുക്കറിയില്ല എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്. അന്നേരം പറഞ്ഞ് ഞാൻ ബിറ്റ്കോയിനിൽ കുറേ പൈസ അടിച്ചു, ഞാൻ മറ്റേ ഫോറക്സിൽ എൻ്റെ പൈസ കുറേ പോയി, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെയ്ത് പോയി, ഇങ്ങനെ പോയി. അപ്പോൾ അതൊന്നുമല്ല സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ റിലയൻസിൻ്റെ ഒരു ഷെയർ മേടിക്കുമ്പോൾ നമ്മളതിൻ്റെ ഉടമകളാവുന്നു എന്നുള്ള ധാരണ പലർക്കും ഇല്ല. നമ്മളെന്തോ അവർക്കെന്തോ കാശ് കൊണ്ട് കൊടുക്കുക എന്നുള്ള ധാരണയാണ്. അത് ഇപ്പോൾ ബാങ്ക് എഫ് ടി, ഞാൻ സാറിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടു. ബാങ്ക് എഫ് ടിയേക്കാൾ നല്ല ആ ബാങ്കിൽ ഇപ്പം എൻ്റെ ഷെയർ മേടിച്ച് വെക്കുന്നതാണ് സാറ് ഇവിടെ എന്ന് പറഞ്ഞു. തീർച്ചയായും അതുപോലെ നമ്മളിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻവെസ്റ്റിൻ്റെ ഷെയർ മേടിക്കാൻ നമുക്ക് ധൈര്യം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ബാങ്കിൽ എഫ് ടി ഇടും. അതുപോലെ ആ എഫ് ടി അവർക്കൊരു ലാഭം എടുത്തിട്ടാണല്ലോ അവർ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് എഫ് ടിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലാഭം ഡയറക്റ്റ് അവരുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും. അല്ലെങ്കിൽ ബോണ്ട് മേടിക്കാമല്ലോ. ആ ബാങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിൻ്റെ ബോണ്ട് നമുക്ക് മേടിക്കാം. ഏതൊരു കമ്പനി ആയിക്കോട്ടെ, കോർപ്പറേറ്റ് കമ്പനിയുടെ ബോണ്ടിന് നമുക്ക് എഫ് ടിയേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട് ബോണ്ടിന്. ബോണ്ട് മാർക്കറ്റ് ഒരു ഹ്യൂജ് മാർക്കറ്റാണ്. നല്ല കമ്പനിയാണ്. ഇപ്പോൾ ബോണ്ട് റേറ്റിംഗ് നല്ല റേറ്റിംഗുള്ള ഇപ്പം ഇക്ര ക്രിസിലിൻ്റെ ഒക്കെ റേറ്റിംഗ് ആണ് ഒരു കമ്പനി കോർപ്പറേറ്റ് റേറ്റിംഗ് നോക്കിയിട്ട് നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതിനേക്കാൾ കൂടുതൽ റിട്ടേൺ 11.5-12% വരെ ഇപ്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതല്ല, സജഷൻ അല്ല. ഇപ്പോൾ കോൾ ഇന്ത്യ, ഞാൻ ആ ഒരു 140 രൂപയിലൊക്കെ കോൾ ഇന്ത്യ വന്ന സമയത്ത് കോൾ ഇന്ത്യൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 20% എബോ ആയിരുന്നു. 20% എബോ, അതായത് 140 രൂപയുള്ള കോൾ ഇന്ത്യക്ക് 25 രൂപയോളം ഡിവിഡൻഡ് ഉണ്ടായിരുന്നു. ഇന്ന് 3 ഇരട്ടിയായി കോൾ ഇന്ത്യൻ്റെ പ്രൈസ്. ഡിവിഡൻഡായിട്ടും കിട്ടുന്നുണ്ട്. ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, കടമില്ലാത്ത സ്ഥാപനമാണ്. പിന്നെന്താ പിന്നെ അവിടെ എന്ത് സേഫ്റ്റിയാണെന്ന് അല്ലെങ്കിൽ എന്ത് സെക്യൂരിറ്റിയാണ് നമ്മൾ കൊടുക്കേണ്ടത്? പക്ഷേ ആൾക്കാർ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു ഭയമാണ്. അത് ജനറ്റിക്കലി ഉള്ളൊരു പ്രശ്നമാണ്. കേരളത്തിൽ എല്ലാവർക്കും റിസ്ക് എടുക്കാനുള്ള റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി പൊതുവേ നമ്മുടെ മലയാളികൾക്ക് കുറവാണ്. പിന്നെ വിശ്വാസവും കുറവാണ്. അത് കുറച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ടും ഞാൻ പറയണം, അറിയാൻ പാടില്ല ഏത് ബിസിനസ് തുടങ്ങിയാലും നഷ്ടമല്ലായിരുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് മറ്റുള്ളവരെ കുറ്റം പറയാം, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർ വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് പൊതുവേ കുറവാണ്. എത്ര പറഞ്ഞാലും അവർക്കൊരു ഇവൻ എന്തോ ആ ഒരു ധാരണയാണ്. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയല്ല. അവർ നന്നായിട്ട് വിശ്വസിക്കും. അവർ ചീറ്റ് ചെയ്താൽ അതിൻ്റെ റിസൾട്ടും നമുക്ക് കിട്ടും. അതുപോലെ അവർക്ക് ഏതിനുള്ള റിസ്ക് എടുക്കാനുള്ള റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി പൊതുവെ നോർത്ത് ഇന്ത്യൻസിന് കേരളീയരേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അവർ വന്നത്. ഇപ്പം ദലാൽ ഷീറ്റ് നിൽക്കുന്ന ബോംബെയിലാണല്ലോ, മറ്റ് ഇപ്പം കേരളത്തിലല്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് ആ ഒരു ഏരിയയിൽ ജനിച്ചു വളർന്നവർക്ക് അതിനോട് കുറച്ചൊരു വിശ്വാസം കൂടും. കടൽക്കരയിലുള്ളവരാണല്ലോ മീനെ പിടിക്കാൻ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളായിട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ ഭൂമിശാസ്ത്രമായിട്ടുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിൽ. അല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയല്ല, അറിയാൻ പാടില്ലാതെ ഏത് ബിസിനസ് ചെയ്താലും ഒരു ഹോട്ടൽ നടത്താൻ പോയി കഴിഞ്ഞാൽ അത് അവിടെ പണി അറിയാവുന്ന ആളെ നടത്താൻ പാടും. ഒരു ഹോട്ടൽ നമ്മൾ പണി അറിയാതെ നമ്മളൊരു ഹോട്ടൽ നടത്താൻ പോകുന്നതിനേക്കാൾ നല്ലതാണ് ടാറ്റ മാനേജ് ചെയ്യുന്ന ഒരു ഹോട്ടലിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ ഷെയർ മേടിച്ച് വെച്ചാൽ മതി. ഇപ്പം എല്ലാ മേഖലയിലും കൈവച്ചവരാണ് അദാനി, അംബാനി. നല്ല കമ്പനി അദാനിയുടെ അംബാനിയുടെയും കയ്യിലുള്ള നല്ല കമ്പനികൾ മേടിച്ച് വെച്ചാൽ നമുക്ക് നമ്മളെ തൊഴിലാളികളായിട്ട് നമുക്ക് കിട്ടുന്ന ഗൗതം അദാനിയും മുകേഷ് അംബാനിനെയാണ്. പിന്നെ നമ്മളെന്തിനു പോയിട്ട് വേറെ ഇവിടുത്തെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ബംഗാളിനെ പണിക്ക് വെച്ചിട്ട് നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അത് കറക്റ്റ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഇവിടെ അധികം പോപ്പുലർ ആയിട്ടില്ല ആൽഗോ ട്രേഡിങ്. അതിൻ്റെ പോസിബിലിറ്റീസ് ഒന്ന്. ആൽഗോ ട്രേഡിങ്ങിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം. ആൽഗോ സിസ്റ്റം ആക്യുറേറ്റഡ് ആണ് താരതമ്യം നമ്മൾ ചെയ്യുന്നതിനേക്കാളും. പക്ഷേ എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയാം. ഒന്ന്, അവിടെ ഒറ്റ കാര്യമുള്ളൂ, ലെവൽസൊക്കെ ഫോളോ ചെയ്യുന്നത് സെയിമാണ് നമ്മളെ പോലെ തന്നെ. പക്ഷേ അവിടെ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ആകുന്നില്ല. ഒരു പൊസിഷൻ എടുത്തു, സപ്പോർട്ട് ലെവലിൽ വരുമ്പോൾ സിസ്റ്റം എക്സിറ്റ് ചെയ്യും. സിസ്റ്റത്തിന് ഇങ്ങനെ ഒരു തോന്നലുണ്ടോ, ഇവൻ്റെ കാശ് കളയണ്ട അവിടെ നിന്നോട്ടെ പൊസിഷൻ ഇല്ല. അവിടെ സിസ്റ്റം പൊസിഷൻ എക്സിറ്റ് ചെയ്തു, വീണ്ടും കയറുമ്പോൾ വീണ്ടും പൊസിഷൻ എടുത്തു. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ആ സൈഡിൽ പ്രോഫിറ്റ് കിട്ടും. ഇവിടെ നമ്മുടെ പക്ഷേ ഒരു ട്രേഡ് എടുത്തു, ലോസ് വന്നു, എൻ്റെ കാശിന് ഇനി ഇന്ന് തളർന്നു, മാനസികമായി തളർന്നു, ഇനി ട്രേഡ് ചെയ്യാൻ പറ്റില്ല. സിസ്റ്റത്തിന് ആ തളർച്ചയില്ല. അപ്പോൾ മാത്രമല്ല സെൻറ്റിമെൻറ്റിലല്ല, സിസ്റ്റം ഒരിക്കലും സെൻറ്റിമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല ട്രേഡ് എടുക്കുന്നത്. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ആൽഗോ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. ഓളിയം എക്സ്ചേഞ്ചിൽ ഓളിയം നടക്കുന്നതിൻ്റെ നല്ലൊരു ഹ്യൂജ് പെർസെൻറ്റേജ് ആൽഗോ ട്രേഡിങ്ങാണ്. അതെ, അതിൻ്റെ കാരണം അത് തന്നെയാണ്. അവിടെ സിസ്റ്റം ഒരു 10 ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റൂ. കാരണം നമുക്കൊന്നും കൂടെ അതിനെക്കുറിച്ച് ആലോചിക്കണം. 2 പ്രാവശ്യം എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു, ഇനി ഇന്ന് ട്രേഡ് ചെയ്യേണ്ട. സിസ്റ്റം അങ്ങനെയല്ല, സിസ്റ്റം 10 പ്രാവശ്യം ട്രേഡ് എടുക്കും. അതല്ല പ്രോഫിറ്റ് ലോസിലേക്ക് മാർക്കറ്റ് എഗൈൻസ്റ്റ് പോകണം. അപ്പോൾ സിസ്റ്റം പൊസിഷൻ കട്ട് ചെയ്തില്ലേ. ഇത് തന്നെ വേറെ അതിൽ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ നമ്മളെ സെൻറ്റിമെൻറ്റ്സിന് നമ്മൾ അഡിക്റ്റ് ആവുന്നില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്തിട്ടും അതേ ആക്യുറസി ഉണ്ടാക്കാൻ പറ്റും ട്രേഡിങ്ങിൽ. ആൽഗോയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ല, നോർമലി ഇപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് വലിയ ധാരണ ഇല്ലെങ്കിൽ
സിസ്റ്റം ട്രേഡ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അത് തന്നെയാണ് നല്ലത്. ആൽഗോ ട്രേഡിങ് തന്നെയാണ് ബെറ്റർ. ഫണ്ടുണ്ട്, റിസ്ക് എടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ താരതമ്യേന റിസ്ക് കുറവ് ട്രേഡിങ്ങിൽ ആൽഗോ ട്രേഡിംഗ് ആണ്. പക്ഷേ അതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത് മാത്രം. ഇന്ന് 24,800 നിഫ്റ്റി ഏകദേശം 190 പോയിൻറ്റ്സോളം ഡൗണാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ട്രേഡേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ 100 പേരുണ്ടെങ്കിൽ 80 പേർക്കും അതിൻ്റെ ഒരു റിയൽ പിക്ചർ അറിയാൻ പാടില്ല. അപ്പോൾ അരുണിൻ്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കും മാർക്കറ്റ്? നിഫ്റ്റി ഇപ്പം 22,000 നിന്നാണ് ഒരു 3,000 പോയിൻറ്റോളം കയറി, 3,500 പോയിൻറ്റോളം കയറി വന്നിട്ട് ഇപ്പോൾ 25,600 അടുത്ത് വന്നിട്ടാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നത്. 650 വരെ ഇൻട്രാഡേ വന്നു. ഇപ്പോൾ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പം ട്രെൻഡ് ബേസിൽ 24,670 ലെവലിലാണ് നിഫ്റ്റിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് കാണുന്നത്. ഈ ഒരു ട്രെൻഡ്, ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് നിലനിർത്താൻ ആവശ്യമായ സപ്പോർട്ട് 24,666 ഇനി 200 പോയിന്റ് ഹാർഡ്ലി അല്ലേ, ഒരു 150 പോയിന്റ് താഴെയാണ് നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ട്. ഇവിടെ 25,112 എന്ന് പറഞ്ഞ ലെവൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞാൽ 25,112 പറഞ്ഞ ലെവൽ ഇന്നലെ ബ്രേക്ക് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്തു. ഇനി 25,000 ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ 25,000 സപ്പോർട്ട് കഴിഞ്ഞ ദിവസം 25,000 വന്നിട്ട് മാർക്കറ്റ് കയറി പോയത് ക്ലോസിംഗ് അടിസ്ഥാനത്തിൽ. അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യണം. ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു 25,000 മുകളിൽ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ നടന്നാൽ മാത്രമേ ഇതിന് മുകളിലോട്ടൊരു ട്രെൻഡ് നമുക്ക് പറയാൻ പറ്റൂ. എന്നാൽ ഇത്രയും കയറിപ്പോയ മാർക്കറ്റിൽ ഒരു 500 പോയിൻ്റൊക്കെ കറക്ഷൻ വന്നാൽ ഒരു നോർമൽ കറക്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ ഒരു ട്രെൻഡ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നത് 24,666. അതുപോലെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ റിലയൻസ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഇത്രയും കറക്ഷൻ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം റിലയൻസ് 1,550 കിടന്ന റിലയൻസ് റിസൾട്ടിന് മുന്നേ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നു. റിലയൻസിൻ്റെ ഈ കയറ്റത്തിനൊരു കാരണം ഉണ്ടായിരുന്നു, ജിയോയുടെ ലിസ്റ്റിങ്. ജിയോ ലിസ്റ്റിംഗ് വൈകും എന്നുള്ളൊരു ന്യൂസ് വന്നതോടുകൂടെ റിലയൻസിൻ്റെ അടുത്ത് അല്പം നെഗറ്റീവായി. മേജർ സപ്പോർട്ടായി 1,515 ബ്രേക്ക് ചെയ്ത് വന്നപ്പോഴാണ് റിസൾട്ടും കൂടെ വരുന്നത്. അപ്പോൾ റിലയൻസിൻ്റെ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റിലയൻസിൻ്റെ സർവ്വകാല പ്രോഫിറ്റായിട്ടാണ് കാണിച്ചത് 30,000 കോടിക്ക് അടുത്ത്. അതിലേതാണ്ട് 9,000 കോടി രൂപ വന്നത് ഏത് വഴിക്കാണ്? അവരുടെ സ്റ്റേക്ക് സെയിലാണ്, ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റേക്ക് സെയിൽ കൂടെയാണ്. അതൊക്കെ അവർ പ്രോഫിറ്റായിട്ട് കാണിച്ചപ്പോൾ പല റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും റിലയൻസിൻ്റെ പ്രോഫിറ്റ് കണ്ട രീതിയിൽ വലിയ രീതിയിൽ ലിവറേജ് പൊസിഷൻ റിലയൻസിൽ എടുത്തിട്ടുണ്ട്. താരതമ്യേന മെച്ചപ്പെട്ട പ്രോഫിറ്റായിരുന്നു എങ്കിലും റിലയൻസ് റീറ്റെയിലിൻ്റെ പ്രകടനം പ്രതീക്ഷ അത്ര മെച്ചപ്പെട്ടിട്ടില്ല. അത് ഒന്നാമത്തെ കാരണം. അതുകൂടെ റിലയൻസിൽ സെൽ ഓഫ് വന്നു. അവിടെ റിലയൻസ് നിലനിർത്തേണ്ട 1,467 എന്നൊരു പ്രധാന സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. പിന്നീട് 1,414 ആ സപ്പോർട്ടും ഇന്നലെ ബ്രേക്ക് ചെയ്തു. പിന്നെ റിലയൻസിൻ്റെ ട്രെൻഡാണ് ഇനി മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ HDFC ബാങ്കും ബാങ്കിങ് സെക്ടർ ഓഹരികൾ കുറച്ചൊരു ICICI ബാങ്ക്, HDFC ബാങ്കൊക്കെ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 1,983 എന്ന് പറഞ്ഞ സപ്പോർട്ടാണ് HDFC ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ട്. അപ്പോൾ ബാങ്കിങ് സെക്ടർ ബുള്ളിഷായിട്ടും റിലയൻസ് അതുപോലെ ഭാരതി എയർടെൽ ഇങ്ങനെയുള്ള മേജർ സ്റ്റോക്കുകൾ കുറച്ചൊരു കറക്ഷൻ മോഡലുള്ളത്. എങ്കിലും റിലയൻസിൻ്റെ 1,377 എന്ന് പറഞ്ഞൊരു മേജർ സപ്പോർട്ടാണ് റിലയൻസിന് താഴോട്ട് ഇനി വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് ഏതാണ്ട് ഒരു 15 പോയിൻറ്റ് 20 പോയിൻറ്റ് താഴെയാണ്. അതുപോലെ ഇവിടുന്ന് ഒരു 150 പോയിൻറ്റ് താഴെയാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട്. ഈ റേഞ്ച് ഒരു സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫർദർ റീസണൊന്നും മറ്റൊന്നും കാര്യങ്ങൾ. പിന്നെ ഇനി മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്ന ഇടങ്ങൾ US ആയിട്ടുള്ള ട്രേഡ് ഡീലാണ്. ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുന്ന കൃത്യമായ ക്ലാരിറ്റി വന്നിട്ടില്ല. ഇപ്പോൾ നെക്സ്റ്റ് ഈ മന്ത് അവസാനത്തോട് അടുത്ത മാസത്തോടെ എന്തെങ്കിലും ഒരു കാര്യം അതിൽ വരാനുണ്ട്. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കുറഞ്ഞു. ഇതൊക്കെ ക്രൂഡ് ഓയിൽ വില സ്റ്റേബിൾ ആയിട്ടുണ്ട്. മറ്റുള്ള ഇപ്പം പല പ്രശ്നങ്ങൾ വേൾഡ് ഓവറായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പല ഇത്രയും ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും മാർക്കറ്റ് പിന്നെ ഇസ്രയേലും ഇറാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ മാറിയപ്പോൾ ഒരു അത്യാവശ്യം ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട് ഫണ്ടമെൻ്റലി. അപ്പോൾ അതൊരു മുന്നോട്ട് പോകാനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. എങ്കിലും നിഫ്റ്റിയിൽ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് മുകളിലോട്ട് 25,470 എന്ന് പറയുന്ന ക്ലോസിംഗ് അടിസ്ഥാനത്തിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിലോട്ട് ഒരു ഫർദർ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇത്രയും ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും മാർക്കറ്റ് ഇപ്പോൾ അടിക്കുന്നത് ഈ US താരിഫിൻ്റെ മാർക്കറ്റ് ഇതൊക്കെ മാർക്കറ്റ് പ്രതീക്ഷ കാര്യങ്ങളാണ്. മാർക്കറ്റ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റിൽ 3,000 പോയിൻ്റ് റാലി ഈ അടുത്ത കാലത്ത് 3,000 പോയിൻറ്റോളം നിഫ്റ്റി കയറി വന്നു. അതാരും ശ്രദ്ധിച്ചിട്ടില്ല. 1,180 നിന്നാണ് റിലയൻസ് കയറിയിട്ട് 1,550 വന്നത്. അപ്പോൾ ആ ഒരു റാലി വന്നിട്ട് ഇപ്പോൾ 2 മാസമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ ഈ 24,666 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിലൊരു സെല്ലിംഗ് പ്രഷർ
മാർക്കറ്റിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ടെക്നിക്കൽ പോയിൻറ്റും കൂടെ നമ്മൾ ആ കൂട്ടത്തിൽ ഫോളോ ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ താങ്ക് യു സോ മച്ച് അരുൺ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു പോഡ്കാസ്റ്റ് വേറെ സബ്ജക്റ്റുമായിട്ട് നമുക്ക് വരാം. തീർച്ചയായിട്ടും.